നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. മുപ്പത്തിനാലല്ലേ വേണ്ടേ? ഏകാദശം 3:34. അതെ സർ. ഏകാദശം സ്കന്ധം അധ്യായം 3 ശ്ലോകം 34. 3:34 രാജോവാച നാരായണാഭിധാനസ്യ ബ്രഹ്മണ പരമാത്മനാം നിഷ്ഠാമർഹധനോ വക്തും യൂയം ഹി ബ്രഹ്മവിത്തമാഹം. എങ്ങനെ മായയെ, എന്താണ് മായയെന്നും എങ്ങനെ മായയെ കടക്കണമെന്നും ഒക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചു. ബ്രഹ്മത്തെ അറിഞ്ഞ് ഈശ്വരനെ അടുക്കുമ്പോൾ മാത്രമേ മായയെ തരണം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊക്കെയുള്ള മറുപടി നമ്മൾ കേട്ട് കഴിഞ്ഞപ്പോൾ യദുര മഹാരാജാവ് വീണ്ടും ചോദിച്ചു, നാരായണാഭിധാനസ്യ, നാരായണൻ എന്നു പേരുള്ള ബ്രഹ്മണ പരമാത്മന, പരമാത്മാവായ ബ്രഹ്മത്തിന്റെ നിഷ്ഠാം അർഹത, നിഷ്ഠ എന്ന് വെച്ചാൽ നിലനിൽപ്പ്, പരമാർത്ഥ സ്ഥിതി, യഥാർത്ഥമായ അവസ്ഥ, നോ വക്തും അർഹത, ഞങ്ങളോട് പറയുവാൻ അർഹതയുള്ളവനാണ്. യൂയം നിങ്ങൾ, ഹി എന്തെന്നാൽ ബ്രഹ്മവിത്തമഹ, നിങ്ങൾ ബ്രഹ്മവിത്തുകളിൽ വെച്ച് ഉത്കൃഷ്ടരാണ്, ബ്രഹ്മവിത്തമന്മാരാണ്. ബ്രഹ്മവിത്ത്, ബ്രഹ്മവിത്തരൻ, ബ്രഹ്മവിത്തമൻ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ബ്രഹ്മത്തെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് ആദിനാരായണൻ എന്ന് വിളിക്കപ്പെടുന്ന പരമാത്മാവായ ബ്രഹ്മത്തിന്റെ സ്ഥിതി, അവസ്ഥ ഞങ്ങളോട് പറയാൻ നിങ്ങൾക്ക് കാരുണ്യമുണ്ടാകണം. ഇവിടെ ബ്രഹ്മത്തിന്റെ അവസ്ഥ എന്നുള്ളതിന് ചെറിയൊരു വ്യാഖ്യാനം കൊടുത്തേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ബ്രഹ്മമെന്നും ഭഗവാനെന്നും പരമാത്മാവെന്നും 3 വാക്കിലൂടെയാണ് പലപ്പോഴും ഈ വേദാന്തം ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്നത്. നമ്മൾ നിത്യേന ഉപയോഗിക്കുന്നതൊക്കെയാണ് ഒന്ന് ഈ ബ്രഹ്മം, അല്ലെങ്കിൽ പരമാത്മാവ്, അല്ലെങ്കിൽ ഭഗവാൻ, ഈശ്വരൻ, ഒത്തിരി വാക്കുകൾ. ഇതെല്ലാം ബ്രഹ്മത്തിന്റെ പര്യായ വാചികളായ പദങ്ങളായി നമ്മൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. വദന്തി തത് തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ എന്ന് തന്നെ ഒരു മന്ത്രത്തിൽ ഭാഗവതവ് പറയുന്നുമുണ്ട്. ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാനെന്നും ശബ്ദിക്കപ്പെടുന്നത് വാസ്തവത്തിൽ ഒന്നിനെ തന്നെ ആണോ? ഇത് മൂന്നാണോ? ഇതാണ് ഈ ചോദ്യത്തിന് പ്രസക്തി. ബ്രഹ്മമെന്ന് വേറെയാണോ? അതിൽ നിന്നും ഭഗവാൻ വേറിട്ട ഒരാളാണോ? പരമാത്മാവ് മറ്റൊരാളാണോ? ഇത് മൂന്നും ഒന്നിനെ കുറിക്കുന്നതാണോ? ആണെങ്കിൽ ഒരു വാക്കുപോരെ, എന്തിന് 3 വാക്കിൽ കൂടി ഒരു ആശയത്തെ യോജിപ്പിക്കാൻ പുറപ്പെട്ടു? അപ്പോൾ ഈ വാക്കിന്റെ ഭേദം അനുസരിച്ച് ഇതിന് അർത്ഥഭേദം ഉണ്ടാവില്ലേ എന്നൊക്കെ ന്യായമായ ഒരു സംശയം ആണ് യദു മഹാരാജാവ് ചോദിച്ചത്. ഈ മേൽപ്പറഞ്ഞ ഈ 3 ശബ്ദങ്ങളും ഒരേ വസ്തുവിനെ തന്നെയാണ് പറയുന്നത്, അതോ ഓരോന്നിൻ്റെയും വിശേഷ ഗുണങ്ങളുള്ള പ്രത്യേക വസ്തുക്കളെ കുറിച്ചാണോ പറയുന്നത്? ഇതിന്റെ തത്വം എന്താന്ന് പറയണം. അതാണ് നിഷ്ഠാം അർഹത. പരമാത്മനഃ ബ്രഹ്മണഃ നാരായണസ്യ
നിഷ്ഠാം യൂയം വക്തുമർത്ഥം. ഇതാണ് ഈ ചോദ്യത്തിന് പ്രസക്തി. നമ്മൾ ഈ വാക്കുകളൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്നതാണെങ്കിൽ നമ്മൾ ഇത്രയും ഇതെല്ലാം പരമാത്മ വാചികളാണ് എന്നൊക്കെ പറഞ്ഞു വിടുന്നതല്ലാതെ ഇത് മഹാരാജാവിന്റെ സംശയം ജന്മത്തെ ആണ് കാണിക്കുന്ന ഈ വാക്കുകളാണെങ്കിൽ ഒരു വാക്ക് പോലെ പല വാക്കിൽ കൂടി എന്തിനെ ഈ ഒന്നിനെ കാണിക്കാൻ പുറപ്പെട്ടു. അപ്പം അർത്ഥഭേദങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ആ ഭേദവൈചിത്ര്യങ്ങൾ എന്താണ്? അങ്ങനെ എത്തുന്ന ഒന്നിൽ തന്നെയാണോ പലതിലാണോ? നമ്മൾ കേൾക്കുന്നതല്ലേ ഉള്ളൂ, അറിയുന്നില്ലല്ലോ. ഇല്ലല്ലോ. അതെ, നമ്മളിത് എപ്പോഴും പറയാറുള്ളതാ ഈ വാക്കുകളൊക്കെ. അപ്പോഴും ഈ ഇങ്ങനെ സംശയം നമുക്ക് തോന്നാറില്ല. പക്ഷെ ഇപ്പം യദു മഹാരാജാവ് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ വിഷയമുണ്ടല്ലോ, അറിഞ്ഞാൽ കൊള്ളാം ഇങ്ങനെ നമുക്കും തോന്നുന്നത്. നമുക്കും തോന്നുന്നപ്പോഴാണ് ഈ മൂന്നെണ്ണം എന്തിനിങ്ങനെ. കാരണം ഒരു കാര്യത്തെ കാണിക്കാൻ ഒരു വാക്ക് മതിയല്ലോ. മൂന്ന് വാക്ക് ഉപയോഗിക്കുന്നെങ്കിൽ അത് മൂന്ന് വിഭാഗമാണ്, മൂന്നർത്ഥമാണ്, മൂന്ന് വ്യക്തികളാണ്, എന്താണ്? ഇതാണ് സംശയം. വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. കാരണം മറ്റ് ഒരു ഫിലോസഫിയിലും അങ്ങനെ ഇങ്ങനെ ഉപയോഗിക്കുന്നുമില്ല. എല്ലാരും ഒരു അതായത് അൾട്ടിമേറ്റ് ആയിട്ടുള്ളതിനെ കാണിക്കാനായിട്ട് ഒരു പദമേ ഉപയോഗിക്കുന്നു. ഒരു പദമേ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ ഇവിടെ അതല്ല, ഇങ്ങനെ പലത് ഉപയോഗിക്കും. അപ്പൊ എന്താണ് എന്നൊരു സംശയം. അതിന് മറുപടിയാണ് അടുത്ത പിപ്പരാജൻ എന്ന ഋഷിയാണ് അതിന് മറുപടി പറയാൻ പോകുന്നത്. നമുക്ക് മറുപടി കേൾക്കാം. നാരായണാഭിധാനസ്യ ബ്രഹ്മണപരമാത്മനാം നിഷ്ഠാമർഹധനോ വക്തും യൂയം ഹി ബ്രഹ്മവിത്തമാം. നാരായണാഭിധാനസ്യ ബ്രഹ്മണപരമാത്മനാ നിഷ്ഠാമർഹധനോ വക്തും യൂയം ഹി ബ്രഹ്മവിത്തമാഃ. പിപ്പലായന ഉവാച. ചിത്യുദ്ഭവ പ്രളയഹേതുരഹേതുരഫ്യാം യത് സ്വപ്നജാഗരഫുഷുപ്തിഷു ഫദ്ബഹിശ്ചാം ദേഹേന്ദ്രിയാഫു ഹൃദയാനി ചരന്ത്യേന സഞ്ജീവിതാനി തദവേഹി പരം നരേന്ദ്രാം. സ്ഥിതി ഉദ്ഭവ പ്രളയ ഹേതു. സ്ഥിതിക്കും സൃഷ്ടിക്കും പ്രളയത്തിൽ. സ്ഥിതി ഉദ്ഭവ പ്രളയ ഹേതു ഈ മൂന്നിനും കാരണമായും എന്നാൽ അഹേതുഹു കാരണമല്ലാതെ. മൂന്നിനും കാരണമായും കാരണമല്ലാതെയും അഹേതുഹു. കാരണമാണ്, പക്ഷെ താൻ സ്വയം ഇതിനൊന്നിനും കാരണക്കാരൻ അല്ലതാനും. അസ്യ അതിൻ്റെ യത് സ്വപ്ന ജാഗര സുഷുപ്തിഷു ബഹിശ്ച. സ്വപ്നം, ജാഗ്രതി, സുഷുപ്തി ഈ മൂന്ന് അവസ്ഥകളിൽ സ്വപ്ന ജാഗര സുഷുപ്തിഷു പത്ത് ഒന്നായി നിന്നുകൊണ്ട്, ചേർന്ന് നിന്നുകൊണ്ട്, ബഹിശ്ച ഇതിനോട് ഒരു സംബന്ധവും ഇല്ലാതെ ഇതിന്റെ പുറത്തായി, ദേഹ ഇന്ദ്രിയ അഫു ഹൃദയാനി ഏന ചരന്തി. ദേഹങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അഫു പ്രാണൻ, അഫുക്കൾ, ദേഹ ഇന്ദ്രിയ അഫു ഹൃദയാൻ ഹൃദയങ്ങൾ. ഹൃദയം ഉള്ളിലുള്ളതാണ്, അന്ധക്കരണമാണ്. ഈ ഹൃദയങ്ങളെ ഏന ചരന്തി യാതൊന്നിനാൽ ചരിക്കപ്പെടുന്നുവോ, സഞ്ജീവിതാനി നന്നായി ജീവിക്കുന്നവനായിട്ട്, ഏന ചരന്തി അത് അവരുടെ വ്യാപാരത്തെ നടത്തുന്നത് യാതൊരാളാണോ, ഹേ നരേന്ദ്ര അല്ലയോ രാജാവേ, തത് പരമതത്വം എന്ന് അവേഹി അറിഞ്ഞാൽ. ഈ ഏകാദശത്തിലൊക്കെ വരുന്ന ഇത് ഈ വാഗർത്ഥങ്ങളിൽ കൂടി നമുക്ക് പോയ ആശയത്തിലേക്ക് എത്തില്ല. അപ്പൊ നമുക്ക് അതിനൊന്ന് ചിന്തിച്ച് നല്ല വ്യാഖ്യാനം കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇതിന് ഉദാഹരണമായിട്ട് ആദ്യം പറയുന്നത് മൂന്ന് കാര്യമാണ്. ഒന്ന്, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് ഹേതുവായിരിക്കുന്നവൻ.
ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു 3 അവസ്ഥകളിൽ ഇരിക്കുന്നവൻ, ദേഹേന്ദ്രിയ അഫു ഹൃദയങ്ങളിൽ സഞ്ചരിക്കുന്നവൻ. ഇത് ദൈനംദിന ജീവിതത്തിൽ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമാണെങ്കിലും താൻ ഒരു കാരണവുമില്ലാത്തവനാണ്, കാരണരഹിതനാണ്, നിഷ്കാരണനാണ് താൻ. ഇപ്പം അധ്യാത്മരാമായണം വായിക്കുമ്പോൾ അറിയാം, എഴുത്തച്ഛൻ ഇഷ്ടംപോലെ ഉപയോഗിക്കുന്ന വാക്കത് നിഷ്കാരണൻ. നിഷ്കാരണൻ, നിഷ്കളങ്കൻ, നിരുപമൻ, നിരീഹൻ, നിരാധാരൻ, ഇഷ്ടം പോലെ വാക്കുണ്ട്. അപ്പൊ ഇവിടെ താൻ ഒന്നിനും കാരണക്കാരനല്ല, താൻ ഒന്നിനും കാരണവുമല്ല. പക്ഷെ ഈ 3 താൻ അവിടെ ഒരു നിമിത്തമായി, കാരണമായി ഭവിക്കുന്നു എന്ന് തോന്നിക്കുകയാണ്. വാസ്തവത്തിൽ താൻ അഹേതുവാണ്. എന്താ കാരണം? ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും മാറ്റങ്ങളില്ലാതെ യാതൊരു ബോധമാണോ ഉള്ളത്, സമാധിയിൽ പരമയോഗികൾ യാതൊരു ബോധമാണോ അനുഭവിക്കുന്നത്, ദേഹങ്ങൾ, ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ, അന്ധകരണങ്ങൾ ഇവയൊക്കെ യാതൊരു ശക്തിയുടെ ചൈതന്യം കൊണ്ടാണ്, സാന്നിധ്യം കൊണ്ടാണ് അവരവർക്ക് ഉചിതമായ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ പരമാത്മാവ് തന്നെയാണ് പരമതത്വം. സൃഷ്ടിയാദികൾക്ക് കാരണമായിരിക്കുന്നതിനാൽ ഈശ്വരൻ എന്ന് വിളിക്കുന്നു. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായതുകൊണ്ട് ഈശൻ, ഈശൻ എന്നുവെച്ചാൽ ചെയ്യിക്കുന്നവൻ. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും താൻ നേരിട്ട് ചെയ്യല്ല, അത് ചെയ്യിക്കലാണ് ചെയ്യുക. അതിനൊരു പ്രചോദകമാകുന്നുള്ളൂ, കാരണം അല്ല. അതാണ് അഹേതു എന്ന് പറഞ്ഞത്. സൃഷ്ടിക്കാൻ ബ്രഹ്മാവിനെ പ്രചോദിപ്പിച്ചു, സ്ഥിതിക്ക് വിഷ്ണുവിനെ പ്രചോദിപ്പിച്ചു, സംഹാരത്തിന് ശിവനെ പ്രചോദിപ്പിച്ചു. ഇവർ 3 പേരും ഈ കാരണങ്ങൾ എന്താണ്, ഈ കൃത്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു വാസ്തവത്തിൽ. അതുകൊണ്ട് ഈ പരബ്രഹ്മത്തെ അല്ലെങ്കിൽ ബ്രഹ്മത്തെ ഈശ്വരൻ, ഈശൻ എന്ന് വിളിക്കാം. വിളിക്കുന്നത് ഈ പ്രവൃത്തി കൊണ്ട് മാത്രമാണ്, ഈ പേരുകൊണ്ട് മാത്രമാണ്. 3 പേരെ 3 വിഷയത്തിൽ പ്രചോദിപ്പിച്ചത് കൊണ്ട് ഈശൻ, ഈശ്വരൻ വിളിക്കുന്നു. ഇനി 3 അവസ്ഥകളുണ്ട്, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. 3 അവസ്ഥയിലും ഒരു ചൈതന്യം ഉണ്ട്, അതിന് മാറ്റം വരത്തില്ല. ജാഗ്രത ഞാൻ തന്നെയാണ് സ്വപ്നത്തിൽ, സ്വപ്നത്തിൽ ഞാൻ തന്നെയാണ് ആ സുഷുപ്തിയിൽ. ഈ 3 അവസ്ഥകൾ മാറുമ്പോഴും എനിക്ക് മാറ്റമില്ലല്ലോ. ഉണർന്നിരുന്ന ഞാൻ തന്നെയാണ് സ്വപ്നം കാണുന്നത്, ആ ഞാൻ തന്നെയാണ് ഉറങ്ങാനും കിടക്കുന്നത്, ഞാൻ തന്നെയാണ് ഉറങ്ങുന്നത്, വേറൊരാളില്ല. പിന്നെന്തിനാ ഈ 3 പേര് പറഞ്ഞത്? 3 പേര് പറഞ്ഞത് ഈ ഞാൻ തന്നെ 3 പ്രവൃത്തി ചെയ്യുമ്പോൾ ആ 3 പേര് എന്നിൽ വന്നുചേരുന്നതാണ്. വാസ്തവത്തിൽ എനിക്ക് ഈ 3 പ്രവൃത്തികളുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു? തൽക്കാലത്തേക്ക് ചെയ്ത് കാണിക്കുന്നു. ഈ 3 ചെയ്യുമ്പോഴും അതിൻ്റെ ഉള്ളിൽ അദ്വയമായ ഒരു ജ്ഞാനം, ഒരവസ്ഥ മാറ്റമില്ലാതെ നിൽപ്പുണ്ട്. അതുകൊണ്ട് അതിനെ പരമാത്മാവെന്ന് വിളിക്കാം. പരമമായ ആത്മാവാണ് അത്, അതിന് മാറ്റം ഉണ്ടാവുന്നില്ല. അപ്പം ഓരോരോ പ്രവൃത്തികളനുസരിച്ച് ഓരോരോ നിമിത്തം കൊണ്ട് ഓരോ പേര് പറയുന്നു എന്നുള്ള ഇതൊക്കെ ഒരു തത്വം തന്നെയാണ്. രണ്ടാമതൊരു വസ്തുവിനെ കുറിച്ചല്ല പറയുക. ഞാൻ തന്നെ ഇപ്പൊ നിങ്ങളുടെ മുമ്പിലിരുന്ന് ഭാഗവതം പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്നെ ആചാര്യൻ എന്ന് വിളിക്കുന്നു. ഈ ഞാൻ പുറത്തിറങ്ങി വണ്ടി ഓടിച്ചു പോകുമ്പോൾ നിങ്ങളോ മറ്റാരെങ്കിലോ എന്നെ കാണാത്തോ അറിയുന്നവരോ അറിയാത്തവരോ
ഡ്രൈവറാണ് ഞാൻ എന്ന് വിളിക്കും. അപ്പോൾ ഞാൻ വാസ്തവത്തിൽ ഡ്രൈവറാണോ? അല്ല. പക്ഷെ ഞാൻ ഡ്രൈവ് ചെയ്യുന്നില്ലേ? ഉണ്ട്. അപ്പൊ ഡ്രൈവ് ചെയ്തപ്പോൾ എന്നെ എന്ത് വിളിച്ചു? ഡ്രൈവർ എന്ന് വിളിച്ചു. പഠിപ്പിച്ചപ്പോൾ എന്നെ എന്ന് വിളിച്ചു? ഗുരു എന്ന് വിളിച്ചു, അധ്യാപകൻ എന്ന് വിളിച്ചു, അല്ലെങ്കിൽ ആചാര്യൻ എന്ന് വിളിച്ചു. ഈ ഓരോ പേരിൽ വിളിച്ചു. ഇനി നാളെ ഞാൻ എന്താണ് അവിടെ പ്ലെയിൻ ഓടിക്കാൻ കയറിയാൽ അപ്പൊ വിളിക്കുന്നത് വേറൊരു പേരായിരിക്കും. ഞാൻ തന്നെ വള്ളം തുഴയാൻ പോയാൽ എന്നെ വിളിക്കുന്നത് മറ്റൊരു പേരിലായിരിക്കും. ഈ പേര് എത്രയുണ്ടെങ്കിലും എനിക്കെന്തില്ല, മാറ്റമില്ല. ഈ ഞാൻ ഒന്ന് തന്നെ. ഈ 4 പേരിന്റെയും ഉള്ളിലുള്ള ചൈതന്യമെന്ന ഞാൻ ഒന്ന് തന്നെ. ഇതുപോലെയാണ് പരമാത്മാവെന്ന്, ഈശ്വരനെന്ന്, ഭഗവാനെന്ന്, ബ്രഹ്മമെന്ന്, പരമാത്മാവെന്ന്, ഈശ്വരൻ എന്നൊക്കെ വിളിക്കുന്നത് ആ ഒരേ ചൈതന്യത്തിൻ്റെ, ഒരേ ശക്തിയുടെ ഓരോ നിമിത്തം കൊണ്ടാണ്, പ്രവൃത്തികൾ കൊണ്ടുള്ള നിമിത്തം കൊണ്ട് ഇങ്ങനെ നമ്മൾ പേരിട്ട് വിളിക്കുന്നതാണ്. പക്ഷേ ഈ പേരുകളൊന്നും ആരെ ബാധിക്കില്ല? അദ്ദേഹത്തെ ബാധിക്കത്തില്ല. എന്നാ ഡ്രൈവർ എന്ന് വിളിച്ചാലും, ആചാര്യൻ എന്ന് വിളിച്ചാലും, ഗുരു എന്ന് വിളിച്ചാലും, പിന്നെന്താണ് നാളെ ഞാൻ ഒരു കൊലയാളി ആയാലും ഇതെല്ലാം എന്താണ്, ഞാൻ എന്നുള്ള എൻ്റെ ആത്മസത്ത ഒന്ന് തന്നെയാണ്. ഞാൻ വേറെ ആളായിട്ട് മാറില്ല. പേരുകൊണ്ട് ഞാൻ മറ്റൊന്നായിട്ട് മാറില്ല. പേര് നിലനിൽക്കുന്നുണ്ട്, പക്ഷെ ഞാൻ വേറൊന്നാവില്ല. ഈ പേര് നിമിത്തം കൊണ്ടാണ്, കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇതുപോലെയാണ് ഈ പരമാത്മാവിന് അല്ലെങ്കിൽ ഈ ബ്രഹ്മശക്തിക്ക് പല പല പേരുകൾ വന്നു ചേരുന്നത് ഒരു നിമിത്തം കൊണ്ട് മാത്രമാണ് എന്ന് ധരിക്കണം. ഈ ബ്രഹ്മസ്വരൂപത്തെ ഓരോ കാര്യങ്ങളിലൂടെ നമ്മളെ വർണ്ണിച്ച് കേൾപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ആരാണ് എന്ന് എന്നെ പരിചയപ്പെടുത്താൻ നിങ്ങളെ ഏൽപ്പിച്ചാൽ ഞാൻ എന്താണ്, ഗുരുവാണ്, അധ്യാപകനാണ്, അതുപോലെ എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്, ഇതെല്ലാം നിങ്ങൾ പറയും. എന്നെ പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക് കുറേ ഉപായങ്ങൾ, ഉപാധികൾ പറഞ്ഞു മാത്രമായിരിക്കും എന്നെ നിങ്ങൾ പരിചയപ്പെടുത്താൻ. ഇതുപോലെ ബ്രഹ്മത്തെ പരിചയപ്പെടുത്താൻ ഉപയോഗിച്ച കുറെ വാക്കുകളാണ് ഇത് മുഴുവൻ. അതുകൊണ്ട് ഇങ്ങനെ അല്ലാതെ കണ്ട് ബ്രഹ്മത്തെ വിവരിക്കാൻ പറ്റില്ല. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ പറയാതെ എന്നെ പരിചയപ്പെടുത്താൻ എങ്ങനെ പറ്റും? അതുകൊണ്ട് ഇതെല്ലാം ഒന്നിനെ കുറിക്കുന്ന വാക്കുകൾ തന്നെയാണ്. ഈ ഉണ്ടായതെല്ലാം ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മത്തെ അറിയാൻ സൂക്ഷ്മബുദ്ധി വേണം, എങ്കിലേ അറിയാൻ പറ്റുള്ളൂ. സ്ഥൂല ബുദ്ധി കൊണ്ട് അതിനെ അറിയാൻ പറ്റില്ല. 3 സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്ന് 3 ശരീരത്തോടു കൂടി ചേർന്നാണ് സുഖദുഃഖങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ഈ സ്ഥൂല സൂക്ഷ്മ കാരണങ്ങളിൽ കൂടെ എന്താണ് നിങ്ങൾ ഒരേ ശരീരത്തിൽ ചേർന്നിട്ട് സുഖദുഃഖങ്ങൾ അനുഭവിക്കുമ്പോൾ അതിന് ജാഗ്രത എന്ന് പേര് കൊടുത്തു. സ്ഥൂലത്തെ ഉപേക്ഷിച്ച് സൂക്ഷ്മമാകുമ്പോൾ അതിന് സ്വപ്നം എന്ന് പേര് കൊടുത്തു. ആ സ്വപ്നത്തെയും സൂക്ഷ്മത്തെയും വിട്ടിട്ട് കാരണമാകുമ്പോൾ അതിനെ സുഷുപ്തി എന്ന് പേരിട്ടു. അപ്പോ ഒന്നും അറിഞ്ഞില്ല, സുഖമായി ഉറങ്ങി എന്ന് മാത്രമേ അറിഞ്ഞുള്ളൂ. അവിടെ എന്തില്ല? അജ്ഞാനമില്ല. ഞാൻ ദുഃഖമായി ഉറങ്ങിയെന്ന് ആരും പറയാറില്ല. ഉറങ്ങി എണീറ്റപ്പോൾ ഹാവു സുഖമായി എന്നേ പറയാറുള്ളൂ. അപ്പൊ ഒറ്റ അവസ്ഥയുള്ളൂ, സുഖം മാത്രമേ ഉള്ളൂ, അപ്പൊ ദുഃഖമില്ല. ഈ 3 അവസ്ഥകളിലും അറിവ് തന്നെ രൂപമായി വിളങ്ങുന്നത് ഒന്നാണ്. 3 അവസ്ഥകളിലും 3 അറിവാണ് ഉള്ളത്. ആ 3 അറിവിന് ഒറ്റ രൂപമേ ഉള്ളൂ. ആ ഒരു രൂപമാണ് 3ആയിട്ട് തീർത്താൻ. അതാണ് പരമതത്വം. അത് തന്നെയാണ് പരബ്രഹ്മം, അത് തന്നെയാണ് ഭഗവാൻ, അത് തന്നെയാണ് നാരായണൻ. ഓരോ ഭൂതജാലങ്ങളും ബ്രഹ്മത്തിൽ തന്നെ ഉണ്ടാകുന്നു. ലോകത്തിന്റെ ഉൽപ്പത്തിക്കും ഭൂതങ്ങളുടെ ലയത്തിനും
അത് ബ്രഹ്മത്തിലായതുകൊണ്ട് ലോകനാശത്തിന് കാരണമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് കാരണം എന്ന വാക്ക് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ജഡാദികളായ ദേഹങ്ങളെ പ്രവർത്തിപ്പിക്കാനുള്ള സാമർഥ്യം ചൈതന്യത്തോട് ചേരുമ്പോൾ മാത്രമേ ശരീരത്തിനുണ്ടാവുകയുള്ളൂ. കാണുക, കേൾക്കുക എന്നുള്ള പല വ്യാപാരങ്ങൾ നമ്മൾ എന്നും ചെയ്യുന്നവരാണ്. അത് ജഡമായ ശരീരത്തിനുണ്ടാവില്ല, സജീവമായ ശരീരത്തിനുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ 3 അവസ്ഥയ്ക്കും കാരണം എന്താണ്? ബ്രഹ്മം തന്നെയാണ്. അപ്പൊ ഈ 3 അവസ്ഥയ്ക്ക് കാരണം, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണം, അതേപോലെ ദേഹം, ഇന്ദ്രിയം, ഹൃദയം, ഇതിനെല്ലാം കാരണം ഒരു വസ്തു തന്നെയാണ്. പക്ഷെ ഇത് ഒന്നിനും നേരിട്ട് കാരണവും അല്ല, ഒരു ഉപാധികൾ കൂടി കാരണമാണെന്ന് തോന്നിക്കുന്നത്. അതുകൊണ്ട് അല്ലയോ രാജാവേ, ഇതെല്ലാം ഒന്നിനെ കാണിക്കുന്ന പല പദങ്ങളാണ്. ആ പദങ്ങളുടെ അർത്ഥത്തിൽ കൂടി സഞ്ചരിച്ചു പോയാലും അതിൻ്റെ പ്രവൃത്തി കൊണ്ടാണ് അർത്ഥത്തിലേക്ക് പോകുന്നത്. ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ടാണ് ഡ്രൈവർ എന്ന് വിളിക്കുന്നത്, പഠിപ്പിക്കുന്നത് കൊണ്ടാണ് അധ്യാപകൻ എന്ന് വിളിക്കുന്നത്. ബ്രഹ്മണാത് ബ്രഹ്മ ഉച്യതേ, വലുതാക്കി എല്ലാത്തിലും നിലനിൽക്കുന്നതുകൊണ്ട് ബ്രഹ്മം എന്ന് വിളിക്കുന്നു. ഈശ്വര ശക്തി ഉള്ളത് കൊണ്ട് ഈശ്വരൻ എന്ന് വിളിക്കുന്നു. ഭഗങ്ങളുള്ളത് കൊണ്ട് ഭഗവാൻ എന്ന് വിളിക്കുന്നു. പരമമായ ആത്മാവായതുകൊണ്ട് പരമാത്മാവെന്ന് വിളിക്കുന്നു. എന്നിങ്ങനെ ഓരോ പേരുകൾ വിളിക്കുന്നത് അതിൻ്റെ പ്രവൃത്തി അനുസരിച്ചാണ് പേരുകൾ മാറുന്നത്. വസ്തു ഒന്ന് തന്നെയാണ് എന്ന് രാജാവെ ധരിക്കുവെന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ ബോധ്യപ്പെടുത്തി. ഇതുകൊണ്ടായില്ല, ഇനിയും പറയുന്നുണ്ട്. ഇവിടെ ഒന്നാമത് ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വിഷയത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന, പക്ഷെ അവിടെ ഒരു വലിയ ലോജിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടില്ലേ? അതായത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ എന്ന് പറയുന്ന വളരെ ബൃഹത്തായിട്ടുള്ള ഈ ലോകത്തിൽ നമുക്ക് ദൃശ്യമായിട്ടുള്ള ആ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടെ കോസ്മിക് ലെവലില് ശക്തിമത്തായിട്ടുള്ള ഈശ്വരൻ എന്നുള്ള പ്രയോഗം, അതേപോലെ തന്നെ വളരെ സബ്റ്റിലായിട്ട് വരുന്ന, അതായത് നമ്മുടെ അന്തരാത്മാവിനെ പ്രചോദിപ്പിക്കുന്ന സുസൂക്ഷ്മങ്ങളിൽ വെച്ച് സുസൂക്ഷ്മമായിട്ടുള്ളതിനെ പറയുമ്പോൾ അതിനെ പരമാത്മാവ് എന്ന് പറയുന്നു. വളരെ ലോജിക്കായിട്ടുള്ള ഉപയോഗിച്ചിരിക്കുന്നത്. പഠിച്ച് പറയുന്നവരെ ഒരു ഉത്തരം, മനോഹരമായ ഉത്തരം. സാർ, പക്ഷെ ഇപ്പോഴും എന്താണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, കുറെ വിശദീകരണങ്ങൾ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതിൽ കൂടിയാണ്. അതെ, ശ്രീരാമകൃഷ്ണസ്വാമി അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതുവരെ എച്ചിലാകാത്ത ഒരു വാക്കുണ്ടെങ്കിൽ അത് ബ്രഹ്മം എന്നുള്ളത് മാത്രമാണ്. കാരണം എന്താണെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഇനി അങ്ങോട്ട് വരുന്നതാണ്. ആദ്യം ഈ 3 വാക്കിനെ കുറിച്ച് എന്താണ് എന്നുള്ള ചോദ്യത്തിന് മറുപടിയാണ് ആദ്യം പറഞ്ഞത്. അതെ അതെ, ഇനി ശ്രമിക്കുക, എത്ര വിശദീകരണങ്ങൾ നൽകുക. ഒരാള് തന്നെ പല ജോലി ചെയ്യുമ്പോൾ പല വാക്ക് വിളിക്കുന്നത് പോലെ മാത്രമേ വരുന്നു. അത്രയുള്ള എന്നാലും ആ ആളാരാണെന്ന് പറയുന്നില്ലല്ലോ. ഇല്ല, അത് പറയാൻ പറ്റില്ല. അതല്ലേ പറഞ്ഞത്, അത് പറയാൻ പറ്റില്ല. അവിടെ പ്രഥമസ്കന്ധം തുടങ്ങുമ്പോൾ തന്നെ ഗ്രഹിക്കാൻ പറ്റൂല. പ്രഥമസ്കന്ധം തുടങ്ങുമ്പോൾ തന്നെ പ്രഥമസ്കന്ധം തുടങ്ങുമ്പോൾ സാറേ പ്രഥമസ്കന്ധം തുടങ്ങുമ്പോൾ തന്നെ സൂതം പറയുന്നുണ്ട്, അദ്വയമായ ആ ജ്ഞാനത്തെ ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിധി ശബ്ദതയെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. സൂതൻ അത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അത് പിന്നെ വീണ്ടും വീണ്ടും നമുക്ക് ക്ലിയർ ആക്കാൻ വേണ്ടി ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുപോലെ അന്ന് കൊറോണ കാലത്തെ ഉപനിഷത്ത് ക്ലാസ് കുറച്ചൊക്കെ കേട്ടത് എവിടെയെങ്കിലും ഒക്കെ നമ്മുടെ ഉള്ളിൽ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഇതും കൂടെ കണക്ട് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ നമുക്ക് അതിനോടൊരു അടുപ്പമുണ്ട്, അപരിചിതമായ ഒരു കാര്യമല്ല. ആ ഒരു ശ്ലോകം പറഞ്ഞുകൊണ്ടാണ് പ്രഥമസ്കന്ധത്തിന്റെ 2-ാമത്തെ അധ്യായത്തിൽ
അദ്വൈതമായ ആ ജ്ഞാനത്തെ ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത എന്ന് പറഞ്ഞുകൊണ്ടാണ് അതെ തുടങ്ങുന്നത് അതെ തന്നെ. അതെ. നമ്മൾ പിന്നെ ഓരോ സ്കന്ധത്തിൽ ഓരോ കഥകൾ വരുമ്പോ നമ്മളെന്താ തുടങ്ങിയെടുത്തുനിന്ന് നമ്മൾ വിട്ടുപോകുന്നതുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞത്. നമ്മൾ ഇപ്പൊ ദൂരെ ഇത് മാറി. ഉപസംഹരിക്കുമ്പോ വീണ്ടും എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് ഉദ്ധവ സംവാദത്തിലൂടെ ഈ പറഞ്ഞതെല്ലാം ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്ത് നമുക്ക് പറഞ്ഞു ഉറപ്പിക്കുകയും തരികയാണ് അതെ വ്യാസൻ. അതെ അതെ അതെ. ഞാനത് അങ്ങനെയാ മനസ്സിലാക്കിയത്. അവസാനം ഓ തീർക്കുക ഇത് തന്നെ. ഉപസംഹരിക്കുകയാണ്. അപ്പൊ ഒന്ന് ചുരുക്കി ഒന്നുകൂടെ പറഞ്ഞത് ഇതാണ് ഞാൻ പറഞ്ഞതെന്ന് വ്യാസൻ അതെ കൃഷ്ണനിലൂടെ ഉദ്ധവനിലൂടെ പറയുകയാണ്. അതെ, പുതിയ കാര്യങ്ങളല്ല. അതെ, പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞതാണിത്. അതെ. നമ്മുടെ അവിടെ പണ്ട് ഒരു സെമിനാർ വന്നപ്പോ ഉണ്ടല്ലോ, ആ സരിത അയ്യർ എന്ന് പറയുന്ന ടീച്ചർ ഈശ്വരനെ കുറിച്ച് പറഞ്ഞപ്പോ ഭാരതത്തിൽ ബഹുദൈവാരാധന എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അതൊരു തെറ്റായ പ്രസ്താവന. നമുക്ക് ബഹുരൂപ ആരാധനയുണ്ട്. ഒരു രൂപം. ദൈവത്തെ നമ്മൾ വേറെ വേറെ രൂപത്തിലില്ല ആരാധിക്കുന്നത്. അതെ, നമുക്ക് അതിനെ ദൈവം എന്ന് ബഹുദൈവാരാധന പറയുന്നത്. ഇല്ല. നമുക്ക് ബഹുദൈവാരാധന ഇല്ല. ഞാനത് അപ്പൊ ടീച്ചർ അത് പറഞ്ഞപ്പോ പെട്ടെന്ന് ഈ ശ്ലോകം എന്റെ ഉള്ളിലോട്ട് വന്നത്. സ്ഥിത്യുദ്ഭവപ്രളയഹേതുരഹേതുരഫ്യാം യത്സ്വപ്നജാഗരഫുഷുപ്തിഷുവദ്ബഹിശ്ചാം ദേഹേന്ദ്രിയാഫു ഹൃദയാനി ചരന്ത്യേന പഞ്ജീവിതാനി തദവേഹി പരം നരേന്ദ്രാം. സ്ഥിത്യുദ്ഭവപ്രളയഹേതുരഹേതുരഫ്യാം യത്സ്വപ്നജാഗരഫുഷുപ്തിഷുവദ്ബഹിശ്ചാം ദേഹേന്ദ്രിയാഫു ഹൃദയാനി ചരന്ത്യേന പഞ്ജീവിതാനി തദവേഹി പരം നരേന്ദ്രാം. സ്ഥിത്യുദ്ഭവപ്രളയഹേതുരഹേതുരഫ്യാം യത്സ്വപ്നജാഗരഫുഷുപ്തിഷുവദ്ബഹിശ്ചാം ദേഹേന്ദ്രിയാഫു ഹൃദയാനി ചരന്ത്യേന പഞ്ജീവിതാനി തദവേഹി പരം നരേന്ദ്രാം. അശോകുമാർ സാറിന് സംശയമാണോ ചോദിക്കാൻ പറഞ്ഞേ? ചോദിച്ചോളൂ. ചോദിച്ചതെന്നുള്ളത് പ്രൊഫസർ ബാലകൃഷ്ണൻ സാറിന് ഇതൊന്നും പോരായിരുന്നു. അദ്ദേഹം ബോധം എന്നുള്ള സംജ്ഞയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതെ, അത്രേ ഉള്ളൂ. കോൺഷ്യസ് എന്നുള്ള ആ ഇംഗ്ലീഷ് വാക്കിൽ നിന്ന് തിരിച്ചു കടപ്പെടുത്തുകയാണോ? അത്രയും കിട്ടുക. കോൺഷ്യസ് എന്ന് പറയാൻ പറ്റത്തില്ല. കോൺഷ്യസും അല്ല, അൺകോൺഷ്യസും അല്ല. ബോധം എന്നുള്ളത് നമ്മളിപ്പൊ വിചാരിക്കുന്നത് എനിക്ക് ബോധമുണ്ട്, അറിവുണ്ടെന്ന് വിചാരിക്കുന്ന ആ അർത്ഥത്തിലല്ല സാർ അത് പ്രയോഗിച്ചത്. അതിന്റെ മുകളിൽ പോകുന്നൊരു വാക്കാം. ഇംഗ്ലീഷിൽ പല ഉപനിഷത്തുകളിലും അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ് എന്നുള്ള ട്രാൻസ്ലേഷൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഇതിന് തത്തുല്യമായിട്ടുള്ള ഒരു പദം ഇംഗ്ലീഷിൽ ഇല്ല. അതുകൊണ്ട് കേവല ജ്ഞാനം എന്നുള്ള അർത്ഥത്തിൽ അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കോൺഷ്യസ്നെസ്സിനെ നമുക്ക് ബോധപൂർവമായ എന്നൊരർത്ഥത്തിലേക്ക് വരേണ്ടി വരും. അത് ഭൗതികമായ അറിവ്, ബോധം, എനിക്ക് ബോധമുണ്ട് എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെയും കൂടി അപ്പുറത്താണ് വാസ്തവത്തിൽ ഈ വാക്ക് അവിടെ ഉപയോഗിച്ചത്. ഈ ബോധം ഈ അർത്ഥത്തിൽ, കോൺഷ്യസ് എന്നുള്ള അർത്ഥത്തിലായിരിക്കില്ല, അതിന്റെ അപ്പുറത്താണ്. അല്ലല്ല, നമ്മുടെ സാധാരണ തലത്തിലുള്ളതല്ല. കാരണം അതിന് തത്തുല്യം നമ്മുടെ ഫിലോസഫിയിൽ ഉപയോഗിച്ചിരിക്കുന്നതിനനുസരിച്ചിട്ടുണ്ട്. ജാഗ്രതാണ് വാസ്തവത്തിൽ കോൺഷ്യസ് എന്ന് പറയാൻ പറ്റുന്നത്. കാരണം നമ്മൾ ബോധം എന്നൊക്കെ പറയുന്നത് അതിന് ശാസ്ത്രീയമായിട്ടുള്ള ടെർമിനോളജിയിൽ അതിന് വേറെ അർത്ഥ തലങ്ങളുണ്ടല്ലോ. അതെ 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 അതെ. അത് പക്ഷേ അത് ഇംഗ്ലീഷിൽ അതില്ല. അതുകൊണ്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. അടുത്തതിലേക്ക് പോട്ടെ. സാർ, ഇവിടെ നമുക്ക് അതിനെ ഇവിടെ വന്നിട്ട് പ്രപഞ്ച ചേഷ്ടകൾക്ക് ആധാരമായിട്ട് എടുക്കാമല്ലോ. ആധാരമാണ് ബ്രഹ്മം ഉള്ളത് എടുക്കാം. അതെ, ഹേതുഹു അഹേതുഹു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഓക്കെ സർ. നൈതന്മനോ വിശതി വാഗുതചക്ഷുരാത്മാ പ്രാണേന്ദ്രിയാണി ച യഥാനലമർച്ചിഷഫ്വാഹ ശബ്ദോപി ബോധക നിഷേധതയാത്മമൂലം അർത്ഥോക്തമാഹ യദൃതേ നിഷേധസിദ്ധീം. ന ഏതത് മനോ നൈതന്മനോ, ന ഏതത് മനോ നൈതന്മനോ. ഏതത് ഇതിനെ,
മനസ്സും വിശതി പ്രവേശിക്കുന്നില്ല, ഇത് പ്രാപിക്കുന്നില്ല, എത്തുന്നില്ല. മനസ്സ് ഇതിലേക്ക് എത്തുന്നില്ല. ഏതൻ മനോ വിശതി വാഗ് ഉത. പിന്നെ വാക്കിന്റെ കാര്യം പറയാനില്ലല്ലോ. മനസ്സെത്തില്ലെങ്കിൽ പിന്നെ വാക്കും എത്തില്ലല്ലോ. മനസ്സെത്താണ് വാക്കെത്താറുള്ളത്. വാഗ് ഉത. ഉദാന്ന് വെച്ചാൽ പിന്നെ പറയാനില്ല എന്നൊരു അഭിയമാണ്. ചക്ഷുഹു ആത്മ. ചക്ഷുഷും ആത്മ എന്നുള്ള ഇവിടെ ബുദ്ധി എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എടുക്കാം. ബുദ്ധിയും പ്രാണ ഇന്ദ്രിയാണിച്ച, പ്രാണങ്ങളും ഇന്ദ്രിയങ്ങളും ഇവയും. ചക്ഷുഹു ആത്മ പ്രാണ ഇന്ദ്രിയാണിച്ച യഥാ അനലം അർച്ചിഷഃ സ്വാഹ. എപ്രകാരമാണോ അനലനെ, അഗ്നിയെ, അർച്ചിഷഃ സ്വാഹ അർച്ചിഷഃ തൻ്റെ തന്നെ തീപ്പൊരികൾ, അർച്ചിഫ് എന്ന് പറഞ്ഞ പൊരികൾ, തീപ്പൊരികൾ. എപ്രകാരമാണോ തീപ്പൊരികൾ അഗ്നിയെ നശിപ്പിക്കാത്തത്. അഗ്നിയിൽ നിന്നുമാണ് ഈ തീപ്പൊരി ഉണ്ടായത്. പക്ഷെ അത് എന്ത് ചെയ്യത്തില്ല? അഗ്നിയെ നശിപ്പിക്കത്തില്ല. ബ്രഹ്മതേജസ്സിന്റെ സമ്പർക്കം കൊണ്ടാണ് കണ്ണ് കാണാൻ പറ്റിയത്, ബുദ്ധി പ്രവർത്തിച്ചത്, പ്രാണങ്ങൾ പ്രവർത്തിച്ചത്, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചത്. അത് ബ്രഹ്മതേജസ് എന്ന അഗ്നിയുടെ സ്ഫുലിംഗങ്ങളായ തീപ്പൊരികളാണ് ഇതെല്ലാം. അത് മറ്റു പദാർത്ഥങ്ങളെ പ്രകാശിപ്പിക്കും. ഈ ബ്രഹ്മമെന്ന അഗ്നിയിൽ നിന്നും ഉണ്ടായി വന്ന കണ്ണ് എന്ന് പറയുന്ന തീപ്പൊരി മുമ്പിലിരിക്കുന്ന വൃക്ഷത്തെ കാണിച്ചു. ഒന്നിനെ പ്രകാശിപ്പിക്കാൻ ഈ തീപ്പൊരിക്ക് കഴിയും. പദാർത്ഥങ്ങൾ എങ്കിലും അഗ്നിയെ പ്രകാശിപ്പിക്കുകയോ ദഹിപ്പിക്കുകയോ ചെയ്യല. എന്തിൽ നിന്നാണോ താൻ വന്നത് അതിനെ ഒന്നുകൂടെ പ്രകാശിപ്പിക്കുകയോ അതിനെ ദഹിപ്പിക്കുകയോ ചെയ്യാൻ ആർക്ക് പറ്റത്തില്ല? ഈ തീപ്പൊരിക്ക് പറ്റത്തില്ല. അപ്പൊ അതിൽ നിന്നും ഉണ്ടായി വന്ന ഒരു വസ്തുക്കളും അതിനെ നശിപ്പിക്കാനോ അതിനെ പ്രകാശിപ്പിക്കാനോ പറ്റത്തില്ല. അതുകൊണ്ട് മറ്റൊന്നിനെ പ്രകാശിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഏതത് മനോ വിശതി വാഗ് ഉത ചക്ഷുഹു ആത്മാ പ്രാണ ഇന്ദ്രിയാണിജ. ഇവകൾ യഥാ അനലം അർച്ചിഷ. ഒറ്റ ഉദാഹരണം കൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്താൻ വ്യാസൻ ശ്രമിച്ചാണ്. അഗ്നിയിൽ നിന്നും ഉണ്ടാകുന്ന തീപ്പൊരികൾ എന്ന പോലെ ആ തീപ്പൊരികൾ മറ്റു പദാർത്ഥങ്ങളെ കാണിച്ചു തരും. പക്ഷേ അഗ്നിയെ കൂടുതൽ പ്രകാശിപ്പിക്കുകയോ അഗ്നിയെ ദഹിപ്പിക്കുകയോ നശിപ്പിക്കുകയോ അത് ചെയ്യില്ല. അതുപോലെയാണ് ഇതിൽ നിന്നും ഉണ്ടായി വന്ന ഈ കണ്ണ്, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, മനസ്സ്, ബുദ്ധി, ഇതെല്ലാം അതിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് മറ്റൊന്നിനെ പ്രകാശിപ്പിക്കാൻ പറ്റും, മറ്റൊന്നിനെ കാണിച്ചു തരാൻ പറ്റും. അതുകൊണ്ട് ബ്രഹ്മം അറിവിന് വിഷയമായി അറിയപ്പെടുന്ന വസ്തുവിന് വികാരമുണ്ട്. പക്ഷേ ബ്രഹ്മം അവികാരിയാണ്. ബ്രഹ്മം കാണിച്ചു തരുന്ന ഓരോ വസ്തുക്കൾക്കും വികാരമുണ്ട്. പക്ഷെ ബ്രഹ്മത്തിന് എന്തില്ല? വികാരമില്ല. ബ്രഹ്മം അവികാരിയാണ്. അപ്പം അറിവിന് വിഷയമായി അറിയപ്പെടുന്ന ഏത് വസ്തുവിനും വികാരമുണ്ട്. അപ്പോൾ ബ്രഹ്മം വികാരിയാണ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇന്ന വിധം ഇരിക്കുന്നു ബ്രഹ്മം എന്ന് ശരിയായി പറയാതെ കാര്യത്തെ വിവരിച്ചുകൊണ്ട് കാരണത്തെക്കുറിച്ചുള്ള ബോധം കാണിക്കുക. അതൊന്നും പറഞ്ഞേ. ഇതെന്താണെന്ന് പറയുന്നതിനേക്കാൾ ഭേദം കാര്യങ്ങളെ വിവരിച്ചുകൊണ്ട് ഈ തീപ്പൊരികൾ, നൂറുകണക്കിന് തീപ്പൊരികളെ കാണിച്ചിട്ട്
ആ തീപ്പൊരി കൊണ്ട് പ്രകാശത്തെ ഉണ്ടാക്കി കാണിച്ചു തരുന്ന അല്ലാതെ യഥാർത്ഥമായ അഗ്നി എന്താണ് എന്നാണ് പറയുന്നില്ല. പറയാൻ പറ്റില്ല. കാരണം അഗ്നിയിൽ നിന്നാണ് തീപ്പൊരി ഉണ്ടായത്. നമുക്ക് പരിചയം ആരേ ഉള്ളൂ തീപ്പൊരിയെ. ഈ തീപ്പൊരി എവിടെ നിന്നുണ്ടായതാണ്? അഗ്നിയിൽ നിന്നും. അപ്പൊ എന്ത് ചെയ്തു? അഗ്നിയെ വിട്ടിട്ട് തീപ്പൊരിയുടെ പുറകെയാണ് നമ്മളിപ്പോ പോകുന്നത്. അതുപോലെ യഥാർത്ഥമായ വസ്തുവിനെ കാണിച്ചു തരലാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം. പക്ഷേ അതുകൊണ്ട് നമ്മൾ മറന്നു പോകുന്നത് ഏതിൽ നിന്നാണോ ഇതുണ്ടായത് അതിനെ വിട്ടുപോകുന്നു എന്നർത്ഥം. അതാണ് ബ്രഹ്മമെന്നോ പരമാത്മാവെന്നോ ഈശ്വരനോ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. ഇനി അത് പോരാഞ്ഞിട്ട് ഒരു ഉദാഹരണം കൂടി പറയാം. ശബ്ദോപിബോധക നിഷേധതയ ആത്മമൂലം അർത്ഥോക്തമാഹ യദതേ നിഷേധസിദ്ധി. ശബ്ദ അപി, ശബ്ദവും, ശബ്ദത്തിന് ഇവിടെ വേദശബ്ദങ്ങൾ, വേദങ്ങളുടെ അർത്ഥം. ശബ്ദോപി ബോധക നിഷേധതയാ ആത്മമൂലം, ആത്മമൂലമായിരിക്കുന്ന ബ്രഹ്മത്തെ ബോധക നിഷേധതയ, ബോധിപ്പിക്കുക, നിഷേധിപ്പിക്കുക എന്നുള്ള സ്ഥിതിയിൽ ശബ്ദോപി ബോധക നിഷേധതയ ആത്മമൂലം അർത്ഥോക്തം അഹ, ആത്മമൂലമായ അർത്ഥോക്തത്തെ, അർത്ഥാൽ പറഞ്ഞതായിട്ട് ആഹ പറയുന്നു. ഏത് ഋതേ, യാതൊന്ന് ഇല്ലാതെ, യാതൊരു ബ്രഹ്മത്തെ കൂടാതെ നിഷേധസിദ്ധി ന. ഇനിയും ബ്രഹ്മത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്ന നിഷേധം കൊണ്ടാണ്. അതല്ല 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 എന്ന് പറയണമെങ്കിൽ ആയ ഒരെണ്ണം ഉണ്ടാവണ്ടേ. അപ്പൊ ഈ നിഷേധ വാക്ക് ഉപയോഗിക്കണമെങ്കിൽ എന്തുണ്ട്? എന്തിനെ നിഷേധിക്കുന്നുവോ ആ ഒരു വസ്തു എന്ത് ചെയ്യണം? ഉണ്ടാവണം. അല്ലാതെ പറ്റില്ലല്ലോ. അതാണ് ഏത് ഋതേ നിഷേധവിധി. ഈ ബ്രഹ്മമില്ലെങ്കിൽ പിന്നെ നിഷേധങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ യുക്തിവാദികളോട് പറഞ്ഞാൽ അവർ സമ്മതിക്കൂല. സമ്മതിക്കുന്നില്ലോ. കാരണം അവർക്ക് യുക്തിയില്ല, വാദവും ഇല്ല. അല്ല, അവരുടെ യുക്തി വേറെ തരത്തിലല്ല. അതെ അതെ. ഇപ്പം ഈ അല്ലല്ല ഇതില്ല എന്ന് പറയണമെങ്കിൽ ഒന്നും ഉണ്ടായിട്ട് വേണം. അതുകൊണ്ട് ഞാനിപ്പോഴും പറയും, ഈശ്വരൻ ഇല്ല എന്നൊരു വാദം നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈശ്വരൻ ഉണ്ടായിട്ടാണല്ലോ ഇല്ലെന്ന് പറയുന്നത്. ഉള്ളതിനെല്ലാം നിഷേധിക്കാൻ പറ്റൂ? അതെ 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 അതെ. ഇല്ലാത്തതിനെ നിഷേധിക്കാൻ പറ്റും? പറ്റത്തില്ല. ഉള്ള വസ്തുവിനെ നിഷേധിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈശ്വരൻ ഇല്ല എന്ന് അവർ പറയുന്നെങ്കിൽ ഉറപ്പാണ്, ഉണ്ടെന്നുള്ള ഉറപ്പിച്ചിട്ടാണ് ഇല്ല എന്ന് പറയാൻ പോകുന്നത്. ഉണ്ടെന്ന് ഉറപ്പിച്ചിട്ടാണ്. നമ്മുടെ യുക്തി കൊണ്ട് നമുക്കിത് അവരെ ബോധ്യപ്പെടുത്താവുന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ 5 പേരില്ല എന്ന് പറയണമെങ്കിൽ ഈ 5 പേരുണ്ടായിട്ടാണല്ലോ ഇല്ലെന്ന് പറയുന്നത്. ഇവിടെ ഇല്ലെന്ന് തന്നെ പറഞ്ഞുള്ളൂ. ഇപ്പൊ അത്ര ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് സാറേ, അത് ഉണ്ടെന്നുള്ള ആ സത്യത്തെ അവർക്ക് മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകുന്നോണ്ടാ ഇല്ലെന്ന് തർക്കിക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ ആയില്ല. ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞാൽ ആയി എന്നാണ്. അതെ. പക്ഷെ അതിന്റെ ഇല്ല എന്നുള്ളത് ഉറച്ച ഒരു നിത്യസത്യമാണ്. പിന്നെ നമ്മൾ അതിനു വേണ്ടി ആർഗ്യൂ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഉണ്ട് എന്നുള്ളിൽ ഒരു ബോധം അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഇല്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അത് തന്നെ നമുക്ക് അവരോട് പറയാം, ഉണ്ടായിട്ടാണല്ലോ നിങ്ങൾ നിഷേധിക്കാൻ പറയപ്പെട്ടത്. അത് അവരുടെ ഉള്ളിൽ അത് ഉണ്ടെന്ന് അവർക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് നിഷേധവിധി എന്നൊരൊറ്റ വാക്കാണ് ഭാഗവതം അവർക്ക് കൊടുത്തൊരു മറുപടി. ഇതിലും ആരും അറിയുന്നില്ലല്ലോ. ഭാഗവതം പഠിച്ചെങ്കിലല്ലേ അല്ലേ ഇതറിവ്. എത്ര വിദഗ്ധമായിട്ടാണ് വ്യാസന്റെ ഇവിടെ കോർത്തം വയ്ക്കുന്നത്. എത്ര പാഖണ്ഡന്മാരുണ്ടാകും. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വാക്ക് ഉപയോഗിച്ചത്. ശരിക്കും ഇതിനകത്തിൽ ഈ ഉപനിഷത്ത് ഉണ്ട്. പിന്നെ ഉപനിഷത്തിന് ഭാരാംശം തന്നെയാണ്. കുറെ കൂടെ ലൗകികമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതല്ലേ? അത്രേ ഉള്ളൂ. അതെ. ആ ഉപനിഷത്തിലെ ഗഹനങ്ങളായ തത്വങ്ങളെ കഥയിൽ കൂടി ലൗകികമായ ഭാഷയിൽ കൂടി വ്യക്തമാക്കി മനസ്സിലാക്കി. അതാണ് ഭാഗവതം ചെയ്ത് വലിയ ഉപകാരം. അതാ. പക്ഷെ ഇതാരും അറിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇത്രയും മെനക്കെട്ട് പഠിക്കാൻ പുറപ്പെട്ടുണ്ടോ നമ്മൾ അറിയുന്നേ? അല്ലെ നമ്മളിത് അറിയില്ല. നമ്മളല്ല, സാറ് മെനക്കെട്ടത് കൊണ്ട്
അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഓരോ ശ്ലോകത്തിനും വെറുതെ വാഗർത്ഥം പറഞ്ഞു വിട്ടാൽ പറ്റില്ല. അതിന് പോകണ്ട്, എന്നാലേ നമുക്കത് ചോദ്യോത്തരമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളത്. ഈ ഒരു വ്യാഖ്യാനം തന്നെ ആനന്ദം നൽകുന്നതാ. ഇത് ശരിക്കും നേരിട്ട് പണ്ട് നമ്മൾ പഠിച്ചതുപോലെ നേരിട്ട് പഠിക്കേണ്ട ഭാഗമാണ്. അതെ 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 അതെ, ഇതിൽ കൂടി അല്ല വാസ്തവത്തിൽ അല്ലേ. ഇത്രയെങ്കിലും പറ്റുന്നതെന്ന് വിചാരിക്കാം, അത്രയേ ഉള്ളൂ. അല്ല ശാന്തത ടീച്ചർ അംഗീകരിക്കത്തില്ലേ? അതെ, ടീച്ചറിന് പറ്റാത്തോണ്ടാ, അത് സ്വാർത്ഥത കൊണ്ടാണ്, അത്രേ ഉള്ളൂ. അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പൊ പറയാൻ പറ്റാത്തോണ്ട് പറയാതിരിക്കുന്നു, അത്രേ ഉള്ളൂ. ടീച്ചറും അതിന്റെ സുഖം അനുഭവിച്ച ആളാണല്ലോ ശരിക്കും. അപ്പൊ ഒത്തിരി സന്തോഷം സാറേ, ഇതൊക്കെ അങ്ങോട്ടപ്പ എന്താ അമൃത് പോലെ ആസ്വദിക്കുവാ ഞാന്. അതെ, എനിക്കറിയാതെ. പിന്നെ ഞാൻ ഓരോന്നും അങ്ങനെ രോമാഞ്ചത്തോടെയാ ഇത് കേൾക്കുന്നത്. ഒത്തിരി സന്തോഷം. സാർ, പ്രശ്നോപനിഷത്തിൽ പറയുന്ന പിപ്പലാദ മഹർഷി തന്നെയാണ് തന്നെ? ആ പിപ്പലാദം തന്നെ ഇത്. രണ്ടുപേരും ഒരാളാണ്. അപ്പം ബ്രഹ്മമെന്ന് ശരിയായി പറയാതെ കാര്യത്തെ വിവരിച്ചുകൊണ്ട് കാരണത്തെ ബോധ്യപ്പെടുത്തലാണ് ഇവിടെ അതുകൊണ്ടാണ് കാരണമാണ് ഈ പദങ്ങളൊക്കെ കാര്യമല്ല. അതുകൊണ്ട് ഈ ശ്ലോകത്തിൽ അതിന് ഒരു പരിഹാരം കണ്ടെത്താണ്. ബ്രഹ്മമെന്ന പരമാത്മ എന്ന ആ പരമമായ തത്വത്തെ മനസ്സിന് പ്രവേശിക്കാൻ പറ്റത്തില്ല. മനസ്സിന് വിഷയമല്ലാത്ത ഒന്നിടത്ത് വാക്കു ചെല്ലത്തില്ല. കണ്ണുകൊണ്ട് കാണാനും കഴിയില്ല, ബുദ്ധി കൊണ്ട് ഊഹിക്കാനും കഴിയില്ല. ക്രിയാശക്തിക്കും ബ്രഹ്മത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. ഒരു ഇന്ദ്രിയങ്ങൾക്കും വിഷയമല്ല. അങ്ങനെ സാധാരണ രൂപാദി വിഷയങ്ങളെ കണ്ണു മുതലായ ഇന്ദ്രിയങ്ങൾ ഈ ബ്രഹ്മ തേജസ്സിന്റെ ഒരു സമ്പർക്കം കൊണ്ടാണ് അത് ഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അതിന് കാണാനുള്ള കഴിവ് ഇല്ലാണ്ടാകും. കണ്ണിന് കണ്ണ്, മനമാകുന്ന കണ്ണ്, അതിന് കണ്ണായിരുന്ന പൊരുൾ എന്ന് എഴുത്തച്ഛൻ നല്ല ഭംഗിയായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നമ്മൾ ഹരിനാമകീർത്തനത്തിൽ എന്നും കേൾക്കുന്നതാണ്. കണ്ണിന് കണ്ണ്, മനമാകുന്ന കണ്ണ്, അതിന് കണ്ണായിരുന്ന ഒരു പൊരുൾ. അതുകൊണ്ടാണ് അടുത്ത ഉദാഹരണത്തിൽ അഗ്നിയുടെ യഥാ അനലം അർച്ചിഷ സ്വാഹ എന്ന ഉദാഹരണം കൊണ്ട് അത് വ്യക്തമാക്കുന്നത്. വ്യാസൻ നന്നായിട്ട് ഉദാഹരണം കോട്ട് ചെയ്ത് ബോധ്യപ്പെടുത്താനുള്ള ഒരു നല്ല കഴിവാണ്. അത് നമുക്ക് പരിചയമായ ഉദാഹരണമേ പറയൂ. ഇതെല്ലാം നമ്മുടെ നിത്യ ജീവിതത്തിൽ എപ്പോഴും കാണുന്ന, അതെ, നമുക്ക് സുപരിചിതമായ ഉദാഹരണം മാത്രം എടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ടേ പറയുള്ളൂ. അത്ഭുത സിദ്ധിയാ ഒരു കവിത്വത്തിന്റെ. ഇതായിരിക്കും ഒരു പക്ഷേ കാളിദാസൻ അനുകരിച്ചത്. തീർച്ചയായിട്ടും. പിന്നെ ഏറ്റവും കൂടുതൽ അതെ, വ്യാസനും ഭാസനും ഒക്കെ കാളിദാസനെ ശരിക്കും നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടാവും. കണ്ണിന് കാണാനുള്ള തേജസ് ഈ ബ്രഹ്മശക്തിയിൽ നിന്നേ കിട്ടുന്നുള്ളൂ. അതുപോലാണ് ചെവിക്കും, അതുപോലാണ് എല്ലാ ഇന്ദ്രിയങ്ങൾക്കും. മനസ്സിനും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് മനസ്സു മുതലായ ഒരു ഇന്ദ്രിയത്തിനും വിഷയമല്ലാത്തതായ ബ്രഹ്മത്തെ കാര്യദ്വാര വിശദീകരിക്കാൻ അല്ലാതെ കാരണദ്വാര വിശദീകരിക്കാൻ പറ്റില്ല, ആർക്കും പറ്റില്ല. ഒരു ബ്രഹ്മം സാമാന്യ ജ്ഞാനത്തിന് വിഷയവുമല്ല. അതുകൊണ്ട് വികാരിയാണെന്ന് ശങ്കിക്കുകയും വേണ്ട. സാമാന്യ ജ്ഞാനത്തിന് വികാരം ഉണ്ടാവും. നമുക്ക് കിട്ടിയിരുന്ന ഏത് ജ്ഞാനത്തിനും എന്തുണ്ടാകും? വികാരം ഉണ്ടാകും. പക്ഷെ ബ്രഹ്മം എന്താണ്? അവികാരിയാണ്. അതുകൊണ്ട് ചൈതന്യരഹിതമായൊരു ജഡവസ്തുക്കളെ ബ്രഹ്മമല്ലെന്ന് പറഞ്ഞ് നിഷേധിക്കാം. അതല്ല, ഇതല്ല എന്ന്. ഇത് തന്നെയല്ലേ ഉപനിഷത്ത് ഏതോ വാചോ നിവർത്തന്തി അപ്രാപ്യ മനസാസഹ എന്ന് ഉപനിഷത്ത് പറഞ്ഞ ആശയം തന്നെ ഇങ്ങോട്ടെടുത്തെ. അതിനെ സുന്ദരമാക്കി ഒന്ന് കഥാരൂപത്തെ അവതരിപ്പിച്ചത് മാത്രം. എന്ത് വാച അനഭ്യുദിതം ഏന വാഗ് അഭ്യുദിതേ ഉപനിഷത്തിലെ വരിയാണ്. ബ്രഹ്മത്തെ വാക്കുകൊണ്ട് പറയാൻ കഴിയില്ല. യാതൊന്നിന്റെ ശക്തി കൊണ്ടാണോ വാക്കുച്ചിരിക്കുന്നത് അതേ പറ്റൂ. എൻ മനു ന മനുതേ, നമ്മളിതൊക്കെ പഠിച്ചവിടെ. ഇത് സാർ ഒരുപാട് പറഞ്ഞു തന്നാണ്. അതെ, എൻ മനു ന മനുതേ, മനസ്സുകൊണ്ട് അതിനെ മനനം ചെയ്യാനും പറ്റുന്നതല്ല. അതിന് നേതി നേതി എന്ന് പറയാൻ ആണ്
അതുകൊണ്ടാണ് നേതി നേതി എന്ന് പറയാൻ പുറപ്പെടുന്നു എന്ന് ചോദിക്കുന്ന പക്ഷത്തിൽ അതല്ലാതെ വസ്തുക്കളെ നിഷേധിച്ചുകൊണ്ട് ഇന്ന് നിശ്ചയിക്കാൻ പോവുകയാണ്. അസ്ഥൂലം, അനണ്ണു, അഹ്രസ്വം എന്നൊക്കെ ഉപനിഷത്ത് പറയും. ആ ഉപനിഷത്ത് തന്നെ ഇങ്ങോട്ട് പിന്തുടർന്ന് വരിക. ഇങ്ങനെ എന്താ ശ്രുതി ബ്രഹ്മത്തെക്കുറിച്ച് നിഷേധിക്കണമെങ്കിൽ അങ്ങനെ ഒന്നുണ്ട്. എന്തിനെ നിഷേധിക്കുന്നുവോ ആ വസ്തു ഇല്ലാതെ നിഷേധിക്കാൻ പറ്റില്ല. ഏത് ഹൃദയ നിഷേധസിദ്ധി. അതുകൊണ്ട് ബ്രഹ്മം സ്വാനുഭൂതി കൊണ്ട് അറിയുന്നതല്ലാതെ മറ്റൊന്നുകൊണ്ടും അറിയാൻ പറ്റുന്നതല്ല എന്നത്. അതിനാൽ നിർവികാരിയാണ് ബ്രഹ്മം. സ്വന്തം അനുഭൂതിയിലൂടെ സാക്ഷാത്കരിക്കാനത്. ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ ബ്രഹ്മ സാക്ഷാത്കാരമാണ്, അറിവല്ല എന്നത്. അറിവാണെങ്കിൽ വികാരിയാണ്, ഇത് അവികാരമാണ്. അങ്ങനെ ഈ 3 പേരിന്റെ ഔചിത്യം എത്ര ദൂരെ പോയി കണ്ട് സാക്ഷാത്കരിക്കുകയാണ്. ചോദ്യം ചെറുതാണ്, ഉത്തരം എത്ര വലുതാണ്. നൈതൻ മനോ വിശദിവാകുത ചക്ഷുരാത്മാ പ്രാണേന്ദ്രിയാണി യഥാ അനലമർച്ചിഷസ്വാം ശബ്ദോപി ബോധക നിഷേധതയാത്മമൂലം അർത്ഥോക്തമാഹ എതേ നിഷേധവിദ്ധി. നൈതൻ മനോ വിശദിവാകുത ചക്ഷുരാത്മാ പ്രാണേന്ദ്രിയാണി യഥാനലമർച്ചിഷസ്വാം ശബ്ദോപി ബോധക നിഷേധതയാത്മമൂലം അർത്ഥോക്തമാഹ എതേ നിഷേധവിദ്ധി. നൈതൻ മനോ വിശദിവാകുത ചക്ഷുരാത്മാം പ്രാണേന്ദ്രിയാണി യഥാനലമർച്ചിഷസ്വാം ശബ്ദോപി ബോധക നിഷേധതയാത്മമൂലം അർത്ഥോക്തമാഹ എതേ നിഷേധവിദ്ധി. കിട്ടിയില്ലേ? സംശയമില്ലല്ലേ ഇതിൽ? തത്വം രജസ്തമേതി ത്രിഹൃദേകമാദൗ സൂത്രം മഹാനഹമിതി പ്രവദന്തി ജീവം ജ്ഞാനക്രിയാർത്ഥഫലരൂപതയോരു ശക്തി ബ്രഹ്മൈവ ഭാതി ഫലഫത്തയോ പരം തത് യത്. സത്വം, രജസ്, തമസ് എന്ന് സത്വരജസ്തമീതി ത്രിവൃത്ത് 3 കൂട്ടങ്ങൾ സമുദായമാണ്. ഇതൊന്നിച്ചേ പറയുള്ളൂ. സത്വരജസ്തമസുകൾ ഒന്നിച്ചേ പറയുള്ളൂ. അതൊരു സമുദായമാണ്. അത് ത്രിവൃത്താണ്. അത് എന്നും ഏകം ആദവും, ഏകമെന്നും ഒന്നെന്നും സൂത്രമെന്നും മഹാനെന്നും അഹമെന്നും ജീവം എന്നും പ്രവദന്തി പറയുന്നു. ജ്ഞാനക്രിയ അർത്ഥഫലരൂപതയാ ഒരു ശക്തി. ജ്ഞാനം ക്രിയ അർത്ഥഫലരൂപതയാ ഒരു ശക്തി. ജ്ഞാനം അറിവ്, ക്രിയ പ്രവൃത്തി, അർത്ഥം പദാർത്ഥങ്ങൾ ഭൂതങ്ങൾ, ഫലം സുഖദുഃഖങ്ങൾ. ഈ രൂപത്തിൽ മഹത്തായ ഒരു ശക്തി ബ്രഹ്മൈവ ഭാതി, ബ്രഹ്മമായി തന്നെ ശോഭിക്കുന്നു. ഫത് അസത്തയോഹ പരം യത്. ഫത്തിനും അഫത്തിനും രണ്ടെണ്ണത്തിനും അപ്പുറത്താണ്. ഒന്നിനെ തന്നെയാണ് ഫത്തെന്നും അഫത്തെന്നും വിളിക്കുന്നത്. സ്ഥൂലമെന്നും സൂക്ഷ്മമെന്നും വിളിക്കുന്ന ഒന്നിനെ തന്നെയാണ്. നമ്മുടെ ശരീരത്തിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ തന്നെ 3ആയിട്ട് സ്ഥൂലം, സൂക്ഷ്മം, കാരണം തിരിച്ച ഒന്നിനെ തന്നെയല്ലേ, പലതിനെയല്ലല്ലോ. ഞാനെന്ന് പറയുന്ന ഒരു ഫത്തയല്ലേ ജാഗ്രത, സ്വപ്നം, സൃഷ്ടി എന്ന് 3ആക്കിയത്? ഒന്നായിരുന്ന ഭഗവത് തത്വത്തെ അല്ലേ സത്വം, രജസ്, തമസ് എന്ന് 3ആക്കിയത്? അപ്പൊ ആദിയിൽ ഏകം ഒന്നായിരുന്നതിന് സത്വം, രജസ്, തമസ് ത്രിവൃത്ത്, സൂത്രം, മഹാൻ, അഹം എന്ന്
ജീവൻ എന്ന്, ജ്ഞാനക്രിയ അർത്ഥഫലരൂപതയ ഒരു ശക്തി എന്ന് ബ്രഹ്മൈവ ഭാതി. പത് അഫത്തയോഹു പരം. ഈ സ്ഥൂല സൂക്ഷ്മങ്ങൾക്കും അപ്പുറത്തുള്ള ആ ഒന്നിനെ തന്നെയാണ് ജീവൻ എന്ന് വിളിക്കുന്നത്, അഹങ്കാരം എന്ന് വിളിക്കുന്നത്, സൂത്രം എന്ന് വിളിക്കുന്നത്, മഹത്തത്വം എന്ന് വിളിക്കുന്നത്, പരമമായ കാരണമെന്ന് വിളിക്കുന്നത്, ഒരു ശക്തി എന്ന് വിളിക്കുന്നത്, ബ്രഹ്മം എന്ന് വിളിക്കുന്നത്. ഇതെല്ലാം ഈ ഒന്നിനെ തന്നെയാണ് എന്ന് അല്ലയോ രാജാവേ മനസ്സിലാക്കും. ഇവിടെ എന്താ, ഒരു വസ്തു നമുക്ക് അറിയണമെങ്കിൽ ആ അറിവിന് ഒരു നിമിത്തം, ഒരു കാരണം ഉണ്ടായിരിക്കണം. അതിന് പ്രമാണം എന്ന് നമ്മൾ പറയും. എന്താ, പ്രമാണം കൊണ്ട് വേണം പ്രമേയത്തെ അറിയാൻ. ഇപ്പം എല്ലാ അറിവുകൾക്കും കാരണം വേദമാണ്. ഏതറിവും എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ വേദത്തിന് കിട്ടി. അപ്പം ഈ അറിവുകളൊക്കെ പ്രമേയങ്ങളാണ്, വേദമാണ് അതിന് പ്രമാണം. എന്നിങ്ങനെ ഏത് വസ്തുക്കൾക്കും രണ്ട് അവസ്ഥകളുണ്ട്, ഒന്ന് പ്രമാണം, ഒന്ന് പ്രമേയം. പ്രമാണം കൊണ്ട് അറിയാൻ പറ്റാത്തതാണെങ്കിൽ ബ്രഹ്മം എന്നൊന്നില്ലെന്ന് പറയേണ്ടി വരില്ലേ? ഒരു പൂർവക്ഷിയുടെ ചോദ്യം വിചാരിക്കാം. ശാസ്ത്രീയമായിട്ട് അങ്ങനെ പറഞ്ഞേ പറ്റും. ഇതൊരു പൂർവക്ഷിയുടെ ചോദ്യം വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മമൊന്നില്ല. എന്തായാലും വിരോധമൊന്നുമില്ലല്ലോ. ഈ ഒരു ശങ്ക പരിഹരിക്കാനാണ് ഈ ശ്ലോകം. പ്രമാണം കൊണ്ട് അതിനെ കാണിച്ചു തരണമല്ലോ, വേണമല്ലോ. അപ്പൊ അങ്ങനെ പ്രമാണം കൊണ്ട് അറിയപ്പെടാൻ പറ്റാത്ത ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മമൊന്നും ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരില്ലേ? ഈ വിരോധം പരിഹരിക്കാനാണ് ഈ ശ്ലോകം ശ്രമിക്കുന്നത്. നോക്കാം. ബ്രഹ്മമെന്ന് സത്യമായൊരു തത്വം ഉണ്ടെന്ന് ഉറപ്പിക്കാൻ. ആ ഉറപ്പിക്കാനുള്ള കാരണങ്ങൾ സൃഷ്ടിയാദികൾക്കും ബ്രഹ്മം കാരണമാണ്, അത് ബ്രഹ്മം ഉണ്ട് എന്ന് കണ്ടുകൊള്ളണമെന്ന് ജനറലായിട്ടൊരു പ്രസ്താവന ആദ്യം പറഞ്ഞു. കാരണം ഈ സൃഷ്ടി എന്ന പ്രവൃത്തി കാണുമ്പോൾ എന്തിൽ നിന്നാണോ സൃഷ്ടി യതഹ എന്നുള്ള ചോദ്യത്തിന് മറുപടി വരുമ്പോൾ അത് ഉണ്ട് എന്നുള്ളത് ഉറപ്പാകും. അല്ല, അത് വളരെ ശരിയാ. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്നും ഒന്നും ഉണ്ടാകത്തില്ലല്ലോ. ഇല്ല. കഥം അഫതഹ സഞ്ജായതേ, സത്തെന്നാകാൻ പറ്റില്ലല്ലോ. വൈദികരായിട്ടുള്ള ഋഷിമാര് പണ്ടേ മനസ്സിലാക്കി. താർക്കിക യുക്തി ശരിക്കും പ്രയോഗിച്ചുള്ള ഋഷിമാരിതെല്ലാം. ഈ പൂർവപക്ഷങ്ങളൊക്കെ ഉന്നയിക്കുമ്പോ ഇന്നത്തെ ആൾക്കാർ ചോദിക്കാൻ പോലും മടിക്കുന്ന ചോദ്യങ്ങളാണ്. അറിയാമല്ല ചോദിക്കാൻ, ചോദ്യം ചോദിക്കാൻ അറിയാമല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ബ്രഹ്മം എന്നുള്ളത് അങ്ങനെ ഒരു തത്വം, എന്തോ ഒരു ശക്തിയോ അത് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് സൃഷ്ടിയാദികളായ വ്യാപാരങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ബ്രഹ്മമുണ്ട് എന്ന് ആദ്യം തന്നെ വിശ്വസിക്കാം. ഇനിയും അതിൽ നിന്നും പ്രകൃതി, മഹത്വത്വം മുതലായവ. ഇവിടെ പറഞ്ഞു തുടങ്ങുന്ന അതായത് ഭൗതിക ലോകത്തിൽ നിന്നുമാണ് ആദ്യമേ പറഞ്ഞു തുടങ്ങാൻ ആരംഭിക്കുന്നത്. അതെ, എന്നല്ലേ സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവിടുന്ന് അങ്ങോട്ട് പോകാല്ലേ. എത്രയോ വിദഗ്ധമായിട്ടാണ് ഋഷി നോക്കുക. നമുക്ക് അത്ഭുതം അദ്ദേഹത്തിന്റെ ഒരു മനസ്സ് കാണുമ്പോൾ. അതുകൊണ്ട് പ്രകൃതി, മഹത്വം മുതലായവ തന്നെയാണ് ആണ് ഈ സൃഷ്ടിക്കുള്ള ഓരോരോ പടവുകൾ, സ്റ്റെപ്പുകൾ. ആ ഓരോ സ്റ്റെപ്പുകൾ ആണ് സൃഷ്ടിക്ക് കാരണമെന്ന് കണ്ടിട്ട് ബ്രഹ്മമല്ല എന്ന് ശങ്കിക്കരുത്. കാരണം സ്ഥൂലമായി കാണപ്പെടുന്നതാണ് കാര്യം, സൂക്ഷ്മമായത് കാരണവുമാണ്. നമുക്കറിയാം, സ്ഥൂലമായി കാണപ്പെടുന്നതിന്റെ പേരാണ് നമ്മളിപ്പം കാര്യം എന്ന് വിളിക്കുന്നത്. സൂക്ഷ്മം അതിന്റെ കാരണമാണ്. കാരണം കാരണത്തിൽ നിന്നാണ് കാര്യം ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ കാരണമാണ് അന്വേഷിക്കുന്നത്. അത്രേ ഉള്ളൂ. ഇപ്പം ആലിന്റെ കായ്ക്കകത്ത് കാണുന്ന ചെറിയ തരികൾക്കകത്ത് ആലുണ്ട്. പക്ഷെ നമുക്ക് ഈ കാര്യമല്ലേ കാണാൻ പറ്റുള്ളൂ. കാരണമുണ്ട് എന്നുള്ള ഉറപ്പാണ്. ഈ ആൽമരം കാണുമ്പോൾ അതിന്റെ വിത്തിനെ കുറിച്ച് എന്ത് ചെയ്യും? നമ്മൾ അന്വേഷിക്കും.
അപ്പൊ ഈ പലതും കാരണം അവ്യക്തമാണ്, ദുരൂഹമാണ്, സൂക്ഷ്മമാണ്. പക്ഷെ കാര്യം എന്താണ്? സ്പഷ്ടവുമാണ്. അപ്പം ഈ ജഗത്തിനെ സൃഷ്ടിക്കാനുള്ള, ഈ ജഗത്ത് കാര്യമാണ്, അതിന് സൃഷ്ടിക്കാനുള്ള കാരണം ഉണ്ട്, അവ്യക്തമാണ്, ദുരൂഹമാണ്, അസ്പഷ്ടമാണ്, സൂക്ഷ്മമാണ്. അതിനെ ബ്രഹ്മം എന്ന് വിളിച്ചോളൂ, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് സൂക്ഷ്മമായി തന്നെയാണ് കാരണം. ഇത് ബ്രഹ്മം തന്നെ. കാരണം കാര്യം കാരണത്തിൽ നിന്നും ഭിന്നമായി എന്നല്ലേ പറ്റൂ, അല്ല പറ്റില്ലല്ലോ. കാര്യകാരണങ്ങൾ ഒന്നാവാൻ പറ്റില്ല. കാര്യത്തിനും കാരണം എന്താകണം? ഭിന്നമാകണം, വേർപെട്ട് തന്നെ നിൽക്കണം. അത് ലോക നിയമമാണ്. കാതിലിടുന്ന ആഭരണങ്ങൾ അത് കാര്യങ്ങളാണ്, പക്ഷെ അതിന് കാരണം എന്താണ്? സ്വർണം തന്നെയാണ്. അപ്പൊ എന്താണ്? കാരണമായ സ്വർണത്തിൽ നിന്നും ഭിന്നമായിട്ടാണ് എന്ത് കാണുന്നത്? ആഭരണങ്ങൾ കാണുന്നത്. ആ ലോകത്തിൽ അങ്ങനെയല്ലേ? കുണ്ടലം കാര്യം, അതെ, ഉപാദാന കാരണം. ആ ഉപാദാന കാരണം. ഒന്ന് ഉപാദാനം, ഒന്ന് ഉപാധേയം, രണ്ടെണ്ണമായി. കാതിൽ നിന്ന് ആഭരണങ്ങളൊക്കെ ഉപാധേയങ്ങളാണ്. അവ ഉണ്ടാക്കാൻ ഉപയോഗിച്ച സ്വർണം ഉപാദാനവുമാണ്. കുണ്ടലം കാര്യമാണ്, സ്വർണം കാരണമാണ്. കാര്യകാരണമായി പറയുന്ന ഇത് രണ്ടും വാസ്തവത്തിൽ ഒന്ന് തന്നെയല്ലേ? നാമരൂപങ്ങൾ കൊണ്ട് മാത്രം തൽക്കാലം ഒരു ഭേദം തോന്നിക്കുന്നു. കുണ്ടലം എന്ന് പേരിട്ടപ്പോൾ ഒരാകൃതിയിൽ നാമം മാറ്റി, രൂപം മാറ്റി, ഒരു പദാർത്ഥമായി. എന്തിനാണത്? സ്വർണം തന്നെ. അതേ മാറ്റുള്ള അതേ സ്വർണം തന്നെ. പക്ഷേ ഇത് അണിഞ്ഞു നടക്കുമ്പോൾ സ്വർണമാണ് അണിയുന്നത് എന്നുള്ള ബോധത്തെക്കാൾ ഉപരി എന്തുണ്ടാകും? കുണ്ടലമാണ് ഞാൻ ധരിക്കുന്നത് എന്നല്ലേ ബോധ്യപ്പെടും. ഞാൻ മാലയിടുക ധരിക്കുന്നതെന്നേ പറയത്തുള്ളൂ, സ്വർണ്ണമാണെന്ന് ആരും പറയാറില്ല. അതുപോലാണ് ബ്രഹ്മത്തെ അറിയാതെ വരുന്നത്. കാരണം എന്താ? കാര്യത്തെ മാത്രമേ അറിയുന്നുള്ളൂ, കാരണത്തെ എന്ത് ചെയ്യുന്നു? അറിയാതെ പോകുന്നു. അതുപോലെ തൽക്കാലത്തേക്കുള്ള പോലെ തോന്നുന്നതല്ലാതെ വാസ്തവത്തിൽ ഇവയ്ക്ക് തമ്മിൽ ഒരു ഭേദവുമില്ല. ഇതുപോലെയാണ് സ്ഥൂല സൂക്ഷ്മരൂപീണം കാണപ്പെടുന്ന ഈ ജഗത്തിന് ബ്രഹ്മം കാരണമാണ് എന്ന് പറയുന്നത് കൊണ്ടാണ്. ഇനി സത്വം രജസ് തമസ് എന്ന 3 ഗുണങ്ങൾ ഒറ്റ സ്വരൂപമാണ്. അവയുടെ സാമ്യാവസ്ഥയ്ക്കാണ് പ്രധാനം എന്ന് പറഞ്ഞു. അതിൽ നിന്നും സൂത്രമുണ്ടായി. സൂത്രം എന്നുള്ളത് ക്രിയാശക്തി എന്നർത്ഥം. സൂത്രം എന്ന് വെച്ചാൽ ക്രിയാശക്തി. ഈ ത്രിഗുണങ്ങൾ എവിടെയാണോ സമമായിരിക്കുന്നത്, ആ സമമായിരിക്കുന്ന പ്രധാനത്തിൽ കാലം കൊണ്ട് ചലനമുണ്ടായപ്പോൾ സൃഷ്ടിയുണ്ടായി. നമ്മൾ പണ്ട് പല പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്ത് ഉപനിഷത്തിനും ഭാഗവത്തിലും ഒക്കെ നമ്മൾ പ്രകാശം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്നുകൂടെ ബോധ്യപ്പെടുത്താം. ആ ക്രിയാശക്തി, കാലത്തിന്റെ ചലനം എന്ന ക്രിയാശക്തിക്ക് സൂത്രം എന്ന പേര്. അതിൽ നിന്നും മഹത്വത്വം എന്ന അഹങ്കാരമുണ്ടായി. ഈ അഹങ്കാരം ജീവന്റെ ഉപാധിയാണ്. ഈ അഹങ്കാരത്തോട് ചേർന്നിരിക്കുന്ന ചൈതന്യമാണ് ജീവൻ. അതുകൊണ്ടാണ് സത്വരജസ്തം ഇത് ത്രിവൃത്ത്, സൂത്രം, മഹാൻ, അഹം ഇതി, ജീവം ഇതി പ്രവദന്തി എന്നൊക്കെ ഇതിന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ജ്ഞാനക്രിയ അർത്ഥഫലരൂപതയാ ഒരു ശക്തി. ഇതിനെ ജ്ഞാനം, അതുപോലെ ക്രിയ എന്നിങ്ങനെ സർവത്തിൻ്റെയും സ്വരൂപമായി വിളങ്ങുന്ന ബ്രഹ്മത്തിന്റെ സിദ്ധിക്ക് ഒരു പ്രമാണം ആവശ്യമില്ല. ഒരു ഉദാഹരണം പറയാം. ഞാൻ ഇരിക്കുന്നുണ്ട് എന്നുള്ളതിന് വേറൊരു പ്രമാണം വേണ്ടല്ലോ, ഞാൻ തന്നെയല്ലേ. ഞാനിപ്പോ എവിടെ കസറയിരിക്കുന്നു, അതിന് പ്രമാണം പറയുമെന്ന് പറഞ്ഞാലോ? അതെ അതെ അതെ. കളിയാക്കാണ് വാസവ വ്യാസൻ. ഇതിന് പ്രമാണം? പൂർവപക്ഷത്തിനെ അടിച്ചവിടെ ഇരുത്തി അഴിച്ചതായിരുന്നാണ്. ഞാൻ ഈ കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇത് പ്രമാണം പറയൂ എന്ന് എന്നോട് പറഞ്ഞാലോ? ഞാൻ ഈ ഇരിക്കുന്ന തന്നെയല്ലേ പ്രമാണം.
അതുപോലെയാണ് ഇതിന് പ്രമാണം കണ്ടെത്തേണ്ട ആവശ്യമില്ല, കണ്ടെത്താൻ പറ്റില്ല. ഇത് തന്നെയാണ് പ്രമാണവും പ്രമേയവും എന്ന് തന്നെയാണ്. ഞാൻ ഈ ഇരിക്കുന്നു എന്നുള്ള പ്രമേയം, അതിന് പ്രമാണം ഇത് തന്നെ. അപ്പം എൻ്റെ ഇപ്പോഴത്തെ ഇരിപ്പിനെ ഒന്ന് പ്രമാണമാക്കി മാറ്റാൻ മറ്റൊരു പ്രമാണം ആവശ്യമില്ല. അതുകൊണ്ട് പ്രമാണങ്ങൾ ബ്രഹ്മത്തെ പ്രകാശിപ്പാൻ ശക്തിയില്ല എന്ന് വരും. അതുകൊണ്ട് ബ്രഹ്മം ഇല്ല എന്ന് വരുമോ? ഇല്ല. പ്രമാണമില്ലാത്തതുകൊണ്ട് ബ്രഹ്മമില്ല ഞാൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം താനോട് നിൽക്കുന്നില്ലേ എൻ്റെ മുമ്പിൽ? ഈ പറയുന്നുള്ളൂ ചോദിക്കാൻ, നിങ്ങൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളത് എന്താണ് പ്രമാണം? എന്ന് വെച്ചാൽ നിങ്ങൾ നിൽക്കുന്ന തന്നെ പ്രമാണം. ഇതുപോലെയാണ് ഈ പ്രപഞ്ചത്തിൽ ബ്രഹ്മത്തിന്റെ ശക്തി എന്നുള്ളത്. അതിന് ഇവിടെ ഇരിപ്പുണ്ട്, അതുണ്ട്, അതറിയുന്നുണ്ട്, അത് തന്നെ പ്രമാണം. പിന്നെ പ്രമാണം ആവശ്യമില്ല. അതുകൊണ്ട് ബ്രഹ്മം പ്രമേയവുമല്ല, ബ്രഹ്മം പ്രമാണവുമല്ല. അപ്രമേയമായ ബ്രഹ്മത്തിന്റെ സദ്ഭാവത്തിന് ഇനി പ്രമാണം ആവശ്യമില്ല. അളക്കാനാവാത്ത ബ്രഹ്മത്തിന് ഒരു പ്രമാണം എവിടെ നിന്നുണ്ടാക്കിയെടുക്കും? അളവുകോലാണ് പ്രമേയം. അരി അളക്കണമെങ്കിൽ നാഴി വേണം. നാഴി ഇവിടെ പ്രമാണമാണ്. അളക്കേണ്ട എന്തിനാണ്? അരിയാണ്. അരിക്ക് അളവുണ്ടോ? ഇല്ലല്ലോ. അരി ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കല്ലേ? അപ്രമേയമാണല്ലേ അത്. ഇതുപോലെയല്ലേ ബ്രഹ്മം അപ്രമേയമല്ലേ? അതുകൊണ്ട് അപ്രമേയമായ ബ്രഹ്മത്തിന് സദ്ഭാവത്തിന് ഒരു പ്രമാണവും ആവശ്യമില്ല. എല്ലാമായി വിളങ്ങുന്ന ബ്രഹ്മം തന്നെ സർവം ഖൽവിദം ബ്രഹ്മ എന്ന വ്യവഹാരത്തിന് വിഷയമായി ഈ ചരാചരാത്മകമായ പ്രപഞ്ചത്തിൽ ബ്രഹ്മം വിവർത്ത സ്വരൂപത്തിൽ നിലനിൽക്കുന്നത് സൂക്ഷ്മ വിചാരം ചെയ്യുമ്പോൾ ബ്രഹ്മമല്ലാതെ മറ്റൊന്നും ഈ പ്രപഞ്ചത്തിലില്ല എന്ന് ബോധ്യമാണ്. സുന്ദരമായിട്ട് പിപ്പലാദൻ ആ ചോദ്യത്തിന് മറുപടി എതിരാജാവിന് മുമ്പിൽ സമർപ്പിക്കാം. സത്വം രജസ്തമേതി ത്രിഹൃദേകമാദൗ പുത്രം മഹാനഹമിതി പ്രവദന്തി ജീവം ജ്ഞാനക്രിയാർത്ഥഫലരൂപതയോരു ശക്തി ബ്രഹ്മൈവ ഭാതി ഫലഫത്തതയോ പരം യത്. സത്വം രജസ്തമേതി ത്രിഹൃദേകമാദൗ പുത്രം മഹാനഹമിതി പ്രവദന്തി ജീവം ജ്ഞാനക്രിയാർത്ഥഫലരൂപതയോരു ശക്തി ബ്രഹ്മൈവ ഭാതി ഫലഫത്തതയോ പരം യത്. സത്വം രജസ്തമേതി ത്രിഹൃദേകമാദൗ പുത്രം മഹാനഹമിതി പ്രവദന്തി ജീവം ജ്ഞാനക്രിയാർത്ഥഫലരൂപതയോരു ശക്തി ബ്രഹ്മൈവ ഭാതി ഫലഫത്തതയോ പരം യത്. നിരാശങ്കണ്ട ചോദിക്കാം. നമ്മുടെ സമയത്തിൽ അധികം പറ്റും. അത് ആ ശ്ലോകം ആശയത്തെയാണ് ഈ ഒരു ചെറിയ ശ്ലോകത്തിലൂടെ. അതെ, അയ്യോ അത്ഭുതമാണ് അത്. ആ കവിത്വ ശക്തിയുടെയും പാണ്ഡിത്യത്തിന്റെയും ഒക്കെ ഒരു വലിയ ഉന്നത സ്ഥാനം. ഇത് കാണുമ്പോൾ ഇപ്പോഴത്തെ കവികളും പണ്ഡിതന്മാരെ എന്തിരിക്കുന്നു, എത്ര വിദഗ്ധമായിട്ടാണ് ഉദാഹരണങ്ങൾ. ഒറ്റ എടോ താൻ എൻ്റെ മുമ്പിൽ നിൽക്കുന്നതിന് വേറെ എന്ത് പ്രമാണം വേണമെന്ന് ചോദിച്ചാൽ, പക്ഷേ ഇത് ഇതുപോലെ വ്യാഖ്യാനിച്ച് നന്നായിട്ട് തുറന്ന് ഇതിന്റെ അകത്ത് ഈ വ്യാഖ്യാന തലങ്ങളൊന്നും ഈ ശ്ലോകത്തിലില്ല. നമ്മൾ കണ്ടെത്തി പറഞ്ഞ വ്യാഖ്യാനം എങ്കിലും നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ ശരിക്കും. അതെ അതെ, അല്ലെങ്കിൽ ഇല്ലല്ലോ. നമസ്തേ സാറേ, എല്ലാവരും ഭംഗിയായിട്ടതിൽ പങ്കെടുത്തു. എന്റെ ഉള്ളിലിരുന്ന ആ രണ്ടുകളിലും ഇതുവരെ മിണ്ടാതിരുന്നത് ചിറകിട്ടടിക്കൂടെ ആസ്വദിക്കുകയായിരുന്നു. സന്തോഷം, എനിക്ക് ഒരുപാട് സന്തോഷം, ഭയങ്കര സന്തോഷമായി സാറേ, ഒരുപാട് സന്തോഷം. ടീച്ചർ ചിറകടിച്ചൊക്കെ കോട്ടയത്തോട്ട് പോകല്ലേ? ഇപ്പൊ കോട്ടയത്താണല്ലോ മനഫോണിനൊക്കെ. അതെ, ഞാൻ എങ്ങും അല്ല സാറേ, ഞാൻ ഇവിടൊക്കെ തന്നെയാ, അവിടൊക്കെ തന്നെയാ എപ്പോഴും. അത് ടീച്ചർ എപ്പോഴും പറയും. ഒത്തിരി സന്തോഷമായി. എന്തോ മോഷണത്തിനോട് അനുബന്ധിച്ച് ഒരു സന്യാസിയെ
പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു. ഉം. അപ്പോ സന്യാസികാരി എന്താ നടന്നത്, അങ്ങ് സത്യം പറയണമെന്ന് പറഞ്ഞു. ഉം. സന്യാസി സത്യം പറയാൻ സാധിക്കില്ല. ഉം. വീണ്ടും പറഞ്ഞു സത്യം പറയാൻ സാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. പിന്നെ ബാക്കി കാര്യം അറിയാമല്ലോ. ഉം. സന്യാസി സത്യം എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ ബോധമായാലും ബ്രഹ്മമാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം പറയാൻ ബോധിപ്പിക്കാൻ പറ്റുന്നതല്ല. അല്ലല്ല അല്ലല്ല വാക്കുകൊണ്ട് പറഞ്ഞ ബോധ്യപ്പെടുത്താൻ പറ്റില്ല, അത് അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഒരു പ്രമാണം കൊണ്ട് നമുക്ക് അതിനെ സ്ഥിരീകരിക്കാൻ പറ്റില്ല. അപ്രമാണവുമല്ല അപ്രമേയവുമല്ല, അപ്രമേയമാണ് ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മം. നമ്മളെപ്പോഴും അനുഭവിക്കാം, പക്ഷേ അനുഭവിക്കാം സാറേ, അനുഭവിച്ചറിയണം. അനുഭവിക്കാം. അതെ, അവിടെയാണ് അറിയുന്നത്. അതെ, അനുഭവ സാക്ഷാത്കാരമാണ്. അനുഭവിച്ചറിയാം. അതെ. ഈ രീതിയിൽ നമ്മുടെ സത്രം മാറ്റിയെടുക്കാവുന്ന സാറ് പറഞ്ഞായിരുന്നില്ലെന്ന് സാറ് പറഞ്ഞു വരുമോ മുഴുവൻ? ഇത് തന്നെ ഒരു സത്രമാക്കണം. ഈ അതെ ഏകാദശി അതെ അതെ, ഇതാണ് ഞാൻ കഴിക്കുന്ന മെഡിസിൻ. ഇതാണ് എന്റെ എല്ലാ രോഗങ്ങൾക്കും ഉള്ള ഔഷധം. ഇതാണ്. അതെന്ന് എല്ലാവർക്കും രോഗൌഷധമാണിത്. പക്ഷെ അതെ, നമ്മൾ അതെ. അറിഞ്ഞ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അറിഞ്ഞുപയോഗിച്ചാൽ എല്ലാ രോഗത്തെ മാറ്റിയെടുക്കാൻ ഒരു വിഷമവും ഉണ്ടാവില്ല. നമുക്കത് വേറെ മാറ്റിയെടുക്കാം. ഇത് കേട്ടുകൊണ്ട് കുറച്ചു നേരം ഇരുന്നാൽ തന്നെ അതെ. ഒരു വലിയ ഉണരും നമ്മുടെ ഉള്ളിലെ ശക്തി ഉണരും. ഇത് കേൾക്കുമ്പോൾ തീർച്ചയായും. അതാ ഞാൻ പറഞ്ഞ ചിറകിട്ട് അടിച്ചു എന്ന്. തമാശ പറഞ്ഞല്ലേ ടീച്ചറെ? ടീച്ചർ കാവ്യാത്മകമായ ഭാഷയിൽ പറഞ്ഞത് കൊണ്ട് പറഞ്ഞതല്ലേ? ഉണർന്നു സാറേ, ഉണർന്നു. പറഞ്ഞതല്ലേ? സന്തോഷം. ഞാനിതൊക്കെയാ പ്രതീക്ഷിക്കുന്നത് ഇവിടുന്ന്. മൂന്ന് ശ്ലോകയായുള്ളൂ. സമയം ഒരുപാടായി. സാറിന് വേറെ പരിപാടിയൊക്കെ കാണും. അല്ല, 3 ശ്ലോകമായുള്ളൂ. അതെ അതെ, അല്ല 3 അത് എസെൻസ് അല്ലേ ഇതുവരെയുള്ള. വെറുതെ വാക്കർത്ഥം പറഞ്ഞു വിട്ടാ പോരെന്ന് എനിക്ക് തോന്നുന്നു. അകത്തോട്ട് കടന്നതാണ്. അപ്പൊ അങ്ങനെ അങ്ങ് പോകും, അകത്തൂടെ കയറിയിട്ട്. അങ്ങനെ പോകുമ്പോ 3 ശ്ലോകങ്ങളുടെ ഭാരം എത്രയാണ്? അതെ 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 അതെ. അതുകൊണ്ട് ഏകാദശം നമുക്ക് പതുക്കെ അങ്ങനെ പോകാം. ചിലടത്ത് പറ്റും, പക്ഷെ ബാക്കി ഇങ്ങനെ പോയെങ്കിലേ അത് അറിഞ്ഞ് ആസ്വദിച്ച് പോകാൻ പറ്റുള്ളൂ. എഴുത്തച്ഛനും നവയോഗികളുടെ സംശയങ്ങളൊക്കെ പരിഹരിക്കുന്നുണ്ട്. എഴുത്തച്ഛനും വർണ്ണിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ അങ്ങോട്ട് അത്രയും അങ്ങോട്ട് അതേ ഉള്ളൂ വന്നിട്ടില്ല. നവയോഗികളുടെ സംശയങ്ങളൊക്കെ അദ്ദേഹം ഉണ്ട്. ഇതിപ്പോ താർക്കിക ഭാഷയിൽ നന്നായിട്ട് തന്നെ അടിച്ചു പോകാനുള്ള ശ്രമമാണ്. അത് ഇവിടെ നമുക്കതൊരു വെറും പഠിപ്പീര് മാത്രമല്ലല്ലോ. അതുകൊണ്ട് അതിന് ഇത്ര ആസ്വദിക്കാൻ കഴിയുന്നത്. അതെ, എല്ലാവരും അതിന് സാറും മറ്റേ ടീച്ചറും ഒക്കെ നല്ലതായിട്ട് അതിനകത്ത് അങ്ങോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോ അതൊരു പ്രത്യേക അനുഭൂതിയാ. സാറിന് ഒരുപാട് നന്ദി കേട്ടോ. ഒരു പൂജാരി പൂജ ചെയ്യുമ്പോഴ് അതിനെ സഹായിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിക്കുണ്ട് അതിനകത്ത് പ്രധാനമായ ഒരു പങ്ക്. പരികർമ്മികളാണല്ലോ പ്രധാനികളുടെ. അതെ അതെ അതെ, അതൊക്കെ നല്ലൊരു അനുഭവമാണ്. അതെ, നന്നായി. എടുത്തതല്ലേ. അതെ അതെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പങ്കെടുത്ത ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളവർക്കെല്ലാം നമസ്കാരം. നിങ്ങളെ കിട്ടിയാണല്ലേ എനിക്കിത് പറയാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ആരോട് പറയും? ഞാനതല്ലല്ലോ സാറേ, നിങ്ങളൊക്കെ ആ മഹത്തായ ആ ഒരു തലത്തിൽ നിൽക്കുന്നവരാ. ഞാനാരാ? അതെ, നമ്മളെല്ലാം ഇപ്പൊ ഒരേ തലത്തിലായി. അല്ലായിരുന്നു, പക്ഷെ ഇതിൽ കൂടി നമ്മുടെ തലത്തിലേക്ക് ആയി എന്നതാണ്. എന്തോ സുഹൃതം കൊണ്ട് ഇങ്ങനെ സാറിന്റെ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. അല്ല, എന്ത് പറയാനാ? അതെ അതെ അതെ. എല്ലാവർക്കും നമസ്കാരം. എന്നാ ഇന്ന് ഉപസംഹരിക്കാം. ബാക്കി അടുത്തായിട്ട്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ സർ. നമസ്കാരം സാർ. നമസ്കാരം.